പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളായി കഴിഞ്ഞ 50 ദിവസങ്ങളായി നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ 51-ാം ദിവസത്തിലെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക്, പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക എന്ന് പറയുന്ന ഈ ശുശ്രൂഷയിലേക്ക്, പരിശുദ്ധാത്മാവ് നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് അണിചേരാം, പങ്കെടുക്കാം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് പൂരിതരാകാം. മറിയം നമുക്ക് ബലമാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തിയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളും കുടുംബവും നിറഞ്ഞു നിൽക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ബലഹീനതകളുടെ, ഞങ്ങളുടെ കുറവുകളുടെ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളുടെ, ഞങ്ങളുടെ തഴക്ക ദോഷങ്ങളുടെ, ഞാനെന്ന ഭാവത്തിൻ്റെ എല്ലാത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് എളിമപ്പെട്ട് കരങ്ങളുയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പരാതിപ്പെടുന്ന, അസംതൃപ്തിയിൽ കഴിയുന്ന, എന്തു പറഞ്ഞാലും പിറുപിറുക്കുന്ന, ഈ തിന്മകൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ തിന്മകൾ വളരെ വേരൂന്നിയിട്ടുണ്ടെങ്കിൽ ഈ വേരുകൾക്ക് കോടാലി വെക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, സ്വർഗത്തോളം ഉയർത്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നതിന് വേണ്ടിയിട്ടും അമ്മ മറിയത്തിൻ്റെ സഹായം അപേക്ഷിച്ചുകൊണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ആരാധന, 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 ആരാധന. ഈശോയുടെ ആത്മാവേ, വന്നു വസിക്കണമേ, വന്നു വസിക്കണം. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. ശൂന്യതയുള്ള എൻ്റെ ഹൃദയത്തില്, പിറുപിറുക്കുന്ന സ്വഭാവമുള്ള എൻ്റെ ആത്മാവില്, എന്ത് കിട്ടിയാലും അസംതൃപ്തിയുള്ള എൻ്റെ ഹൃദയത്തില്, തീരാത്ത ദാഹങ്ങളുള്ള, മോഹങ്ങളുള്ള എൻ്റെ വ്യക്തിപരമായ ജീവിതത്തില് ദൈവത്തിന്റെ ആത്മാവേ വന്നു വസിക്കണമേ, വന്നു വസിക്കണമേ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവേ വരേണമേ, സൗഖ്യം തരേണമേ. യേശുവേ വരേണമേ, സൗഖ്യം തരേണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, തീമഴയായി എന്നിൽ പെയ്യണമേ. ഈശോയുടെ ആത്മാവേ, ഈശോയുടെ ആത്മാവേ, ഇതാ നിനക്ക് വേണ്ടി ദാഹിച്ച് ഞാൻ എൻ്റെ കുടുംബത്തിൽ മുട്ടുകൾ മടക്കി ഈ TV സ്ക്രീനിൻ്റെ മുമ്പിൽ ഉറ്റുനോക്കിയിരിക്കുകയാണ് ഈശോയെ. പ്രാർത്ഥന കൊണ്ട് നിറയപ്പെടുവാൻ വാക്കുകൾ കൊണ്ട് ഞാൻ ആരെയും തൊടാതിരിക്കട്ടെ. പ്രാർത്ഥന കൊണ്ടും പ്രായശ്ചിത്തം കൊണ്ടും പരിത്യാഗം കൊണ്ടും കർത്താവേ നിന്റെ സ്നേഹം ഞാൻ അനുഭവിക്കട്ടെ. എൻ്റെ വാക്കുകൊണ്ട് എനിക്ക് ആരെയും മാറ്റാൻ പറ്റില്ല. എൻ്റെ ഈ സ്പർശനം ആരെയും സൗഖ്യപ്പെടുത്തില്ല. പക്ഷേ കർത്താവേ, നിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ജ്വലിച്ചുയരുമ്പോൾ എൻ്റെ പ്രാർത്ഥന, എൻ്റെ നെടുവീർപ്പുകൾ കൊണ്ട് എനിക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. കാരണം ഞാൻ ക്രിസ്തുവിൻ്റെ മകനാണ്, ഞാൻ എൻ്റെ ഈശോയുടെ മകനാണ്, മകളാണ്. കർത്താവേ, എനിക്ക് പറ്റും. നിന്റെ ആത്മാവിനാൽ എനിക്ക് സാധിക്കും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ പ്രിയപ്പെട്ടവരെ. ഒട്ടും യോഗ്യതയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുവാനായിട്ടുള്ള യാതൊരുവിധ വിശുദ്ധിയോ പുണ്യത്തിൻ്റെ ചരിത്രമോ പ്രാർത്ഥനയോ ഭക്തിയോ ഒന്നുമില്ല. പക്ഷേ ഒന്നുണ്ട്, സ്വർഗത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം നിങ്ങൾ വിശ്വസിക്കുക, സത്യമായിട്ടും പെയ്തിറങ്ങുന്നുണ്ട്. സ്വർഗത്തിലെ അപ്പൻ അവൻ്റെ കരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായിട്ട് എന്നിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും ഒഴുക്കി ഇറക്കുന്നുണ്ട്. നമുക്ക് സ്വീകരിക്കാം ദൈവത്തിൻ്റെ കരുണയെ. കരുണ കൊണ്ട് നമ്മൾ പൊതിയപ്പെടട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിച്ച്, കരുണയ്ക്ക് വേണ്ടി ദാഹിച്ച്. ആത്മാവേ വന്നു വസിക്കണമേ. അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ, വരദാനവാരിതേ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥ നിൻ ജീവനേ നിത്യ സഹായകനേ.
നിത്യ സഹായകനേ. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ കുടുംബത്തിൽ, ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാ അസ്വസ്ഥതകളും കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. ആമേൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവ് കരുണ തോന്നി നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇന്ന് 51-ാമത്തെ ദിവസം. സ്വർഗത്തിന് ഒത്തിരി കാര്യങ്ങൾ സന്ദേശമായിട്ട് നൽകാനുണ്ട്. ബഹുമാനപ്പെട്ട റാണി ചേച്ചിയിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ഈ ദിവസങ്ങളായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഒരു കാര്യം സത്യമാണ്, ഒരിക്കലും നമ്മുടെ കഴിവുകൾ കൊണ്ടോ, നമ്മുടെ വാഗ്വിലാസത്താലോ, നമ്മുടെ പണം കൊണ്ടോ, നമ്മുടെ സൗന്ദര്യം കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ ആരോഗ്യം കൊണ്ടോ ഒന്നിനെയും നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കില്ല. പക്ഷെ ഒന്നുകൊണ്ട് മാത്രം നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നെടുവീർപ്പുകൾ, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ലോകത്തെ സ്പർശിക്കാൻ സാധിക്കും, സൗഖ്യപ്പെടുത്താൻ സാധിക്കും. നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തെടുക്കുന്നത്, നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മളിലുള്ള അസംതൃപ്തിയെ, അതുപോലെ തന്നെ പിറുപിറുക്കുന്ന ആത്മാക്കളെ, ആ സ്വഭാവത്തെ, അങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള ദുർഗുണങ്ങളുള്ള എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മളിലുണ്ട് ഈ കുറവുകളൊക്കെ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ അസംതൃപ്തരാകാറുണ്ട്. ദൈവത്തിൽ നിന്ന് കോടാനുകോടി അനുഗ്രഹങ്ങൾ നമ്മൾ നേടിയാലും ചെറിയ ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥരാകും. നമ്മൾ അറിയാതെ പെറുപിറുത്തു പോകും. കർത്താവിനോട് മാപ്പ് ചോദിക്കാം. നമുക്ക് മാപ്പ് ചോദിക്കാം. കുടുംബജീവിതം നയിക്കുന്നവർ നമ്മൾ പലപ്പോഴും പെറുപിറുക്കാറുണ്ട്. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പെറുപിറുക്കും, ഭർത്താവ് ഭാര്യയെ കുറിച്ച് പെറുപിറുക്കും. മക്കൾ തെറ്റ് ചെയ്താൽ, മക്കൾ എന്ത് ചെയ്തിട്ടും വിജയിക്കാതിരുന്നാൽ, ചില ഇടങ്ങളിൽ തോറ്റ് അങ്ങേ അറ്റം വരെ പോകുമ്പോൾ, കടബാധ്യത ഇങ്ങനെ ഏറി വരുമ്പോൾ, തുടങ്ങുന്ന സംരംഭങ്ങളൊക്കെ തോറ്റു പോകുമ്പോൾ, എങ്ങും ഒരു വാതിലും തുറക്കാതെ വരുമ്പോൾ, രോഗപീഠകൾ വിട്ടകലാതെ നമ്മൾ പോരുമ്പോൾ, നമ്മളെ പിന്തുടരുമ്പോൾ, കിട്ടുന്ന സമ്പാദ്യം മുഴുവനും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ വേദന ഇങ്ങനെ പേറി അറിയാതെ നമ്മൾ കർത്താവിനെ എതിരെ പിറുപിറുക്കും. എന്തിനാണ് ദൈവമേ ഈ കയ്പ് നിറഞ്ഞ കാസ എന്നെ വിട്ട് മാറാത്തത്? എത്ര കൊല്ലങ്ങളായി മദ്യപാനത്തിനടിമയായ ഭർത്താവ്, ഈ ഭർത്താവിന് എന്തിനെൻ്റെ ജീവിതത്തിൽ നീ തന്നു എന്ന് ഒരു പക്ഷേ നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കും, പിറുപിറുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സന്യാസ ആശ്രമങ്ങളിലുള്ള ഒരു പക്ഷെ ദൈവവിളി സ്വീകരിച്ചവര് പ്രാർത്ഥനയിൽ കുറവ് വരുമ്പോൾ, അറിയാതെ ലോകത്തിൻ്റെ അരൂപി ചേക്കേറുമ്പോൾ ഉള്ളിൽ ഒരു നിരാശ പടരും. ഞാൻ ലോകത്തിൽ ജീവിച്ചാൽ മതിയായിരുന്നു. അസംതൃപ്തി, ഞാൻ ആയിരിക്കുന്ന ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റുന്നില്ല. പിറുപിറുക്കുന്നു. എന്ത് ചെയ്താലും ആരെക്കുറിച്ചും കുറ്റങ്ങൾ മാത്രം പറയുന്നു, പിറുപിറുക്കുന്നു. എത്ര സൗകര്യങ്ങളുടെ നടുവിൽ ജീവിച്ചാലും എന്നും അസംതൃപ്തി. പോരാ, എനിക്കിത് പോരാ. പിറുപിറുക്കല് അധികാരികളെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച്, സഹോദരിമാരെക്കുറിച്ച്, ഇവരെയൊക്കെ കുറിച്ച് എന്നും പിറുപിറുപ്പും പരാതിയും മാത്രം. സത്യത്തിൽ എനിക്ക് സമ്പത്തിൻ്റെ കുറവ് കൊണ്ടല്ല, എന്നെ മറ്റുള്ളവർ സ്നേഹിക്കാത്തതിൻ്റെ കുറവല്ല ഞാൻ പിറുപിറുക്കുന്നത്, ഞാൻ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കുറവ് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിറയപ്പെടാത്തത് കൊണ്ടാണ്. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒന്ന് ഓർത്തു നോക്കിക്കേ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ നടത്തിപ്പ്,
ദൈവം ഒരു ആത്മാവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ദൈവം ഒരു പുരോഹിതനെ കൊണ്ടുപോകുന്നത്, ഒരു സന്യസ്തയെ കൊണ്ടുപോകുന്നത്, ഒരു ദൈവ പൈതലിനെ നയിക്കുന്നത്, ദൈവം ഒരു ശുശ്രൂഷയെ നയിക്കുന്നത്, ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിക്കൊണ്ട് മോനെ ഇന്ന കാര്യങ്ങൾ വരും, ഇന്ന കാര്യങ്ങൾ അപ്പം നീ ഇങ്ങനെ ചെയ്യണം, എല്ലാം അതിൻ്റെ ഫ്രം ദ ബിഗിനിങ് ആൻഡ് എൻഡ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്ത ഒരു പ്ലാൻ വരച്ച് കയ്യിലേക്ക് കൊടുത്തുകൊണ്ടല്ല ദൈവം നയിക്കുന്നത്. ദൈവം അതിൻ്റേതായ സമയത്താണ് ഓരോന്നും പറഞ്ഞു തരുന്നത്. മോശയുടെ ജീവിതം കാണുന്നില്ലേ? ഇസ്രായേലിൻ്റെ ജീവചരിത്രം നിങ്ങൾ കാണുന്നില്ലേ? പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ ഈജിപ്തിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവരുന്നു. മോശയോട് ഒരിക്കലും പറഞ്ഞു കൊടുക്കുന്നില്ല, മോശേ ഇത്ര കാര്യങ്ങൾ വരും, നീ ചെങ്കടലിൻ്റെ മുന്നിൽ വരുമ്പോൾ ചെങ്കടലിൻ്റെ മുമ്പിൽ നീ വടി കാണിക്കണം, അങ്ങനെ ചെങ്കടൽ രണ്ടായിട്ട് മാറും, ഞാൻ ആകാശത്തു നിന്ന് മന്ന പെയ്യിക്കും, നിങ്ങൾക്ക് പാറയിൽ നിന്ന് ജലമൊഴുക്കും, കാടപക്ഷികളെ നൽകും, വെയിൽ മൂക്കുമ്പോൾ ഞാൻ മേഘം വിരിക്കും, മേഘത്തിൻ്റെ തണലിൽ നിങ്ങൾക്ക് നടക്കാം, 40 വർഷം നിങ്ങൾ നടക്കേണ്ടി വരും. ഇതൊന്നും പറയുന്നില്ല. അതിൻ്റേതായ സമയത്ത് മാത്രമാണ് ദൈവം എല്ലാം വെളിപ്പെടുത്തുന്നത്. ഓരോന്നിനും ഓരോ സമയമുണ്ട്. പക്ഷെ ഓർത്തു നോക്കിക്കേ, ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നുണ്ട്. ദൈവത്തിന് മോശയ്ക്കുമെതിരെ പിറുപിറുക്കുന്നുണ്ട്. ഓ, ഈജിപ്തിലായിരുന്നെങ്കിൽ എത്ര സുഖസമ്പുഷ്ടമായിരുന്നു, അവിടെ ഇറച്ചി കഴിക്കാമായിരുന്നു, ഉള്ളിക്കറി കഴിക്കാമായിരുന്നു, പലതരം കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഈ മരുഭൂമിയിൽ നട്ടുച്ചയ്ക്ക് വെയില്, ഇതെല്ലാം അവർ പരാതിപ്പെടുന്നുണ്ട്. ഓർക്കണം, ആദ്യം തന്നെ സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുക്കുമ്പോൾ ഇസ്രായേൽ ജനം പറയുന്നുണ്ട്, ഓ എന്തു മധുരമാണിത്, തേൻ പോലെ ഇരിക്കുന്നു, എത്ര മധുരം, എത്ര മൃദുലം, നാവിന് എന്താണ് രുചി. എല്ലാ ദിവസവും ദൈവം ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അവര് വയറ് നിറയെ കഴിക്കുന്നുണ്ട്. പക്ഷേ നാളുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ മാറി മാറി വന്നു. ഒരിടയ്ക്ക് അവസാനം അവർ ഇങ്ങനെ പരാതിപ്പെടുന്നുണ്ട്, പിറുപിറുക്കുന്നുണ്ട്, ഓ എന്നും ഈ മന്ന മാത്രമുള്ളൂ. നോക്കിക്കേ, ആദ്യം നാവിന് രുചി നൽകിയ മന്ന ഇന്ന് അവർക്ക് അസംതൃപ്തിയായിട്ട് മാറുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി കൃപകൾ ജീവിതത്തിലേക്ക് ചൊരിയുന്നുണ്ട്, ഒത്തിരി കരുണ ഒഴുക്കുന്നുണ്ട്. ചെങ്കടൽ രണ്ടായിട്ട് മാറിയ കാര്യങ്ങൾ അവർ മറന്നുപോയി. 10 മഹാമാരികൾ ഈജിപ്ത് ജനത്തിൻ്റെ മേല് നിപതിച്ചത്, ദൈവം അനുവദിച്ചത് അവർ മറന്നുപോയി. കോഴിക്കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത്, കോഴിക്കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ, ചിറകിൻ കീഴിൽ ഒതുക്കി നിർത്തുന്നത് പോലെ അവരെ കർത്താവിൻ്റെ 2 കരങ്ങൾക്കും മധ്യേ അവരെ വാരി പുണർന്നതും സംരക്ഷിച്ചതും അവർ മറന്നു പോകാണ്. അവർ ചുറ്റുമുള്ള ജനതകളിലേക്ക് നോക്കി അവർ അസംതൃപ്തി അടയാണ്. അവർക്ക് രാജാവുണ്ട്, ഞങ്ങൾക്ക് രാജാവില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പിറുപിറുക്കുമ്പോഴും കർത്താവ് വളരെ അസ്വസ്ഥനാകുന്നുണ്ട്. ഒരു പക്ഷേ ഇസ്രായേൽ ജനം പിറുപിറുത്തതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പിറുപിറുക്കുന്നുണ്ടെങ്കിൽ, അസംതൃപ്തി അടയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. കർത്താവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. സംതൃപ്തി അടയണം. ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് സംതൃപ്തി അടയേണ്ടത്. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിൻ്റെ സുഖങ്ങളും ലോകത്തിൻ്റെ വസ്തുക്കളും എനിക്ക് ദൈവമായിട്ട് മാറുമ്പോഴാണ് ഞാൻ അസംതൃപ്തനാകുന്നത്, ഞാൻ പിറുപിറുക്കുന്നത്. കാരണം എനിക്ക് പണമില്ലാതെ വരുമ്പോൾ, എന്നെ രോഗദുരിതങ്ങൾ അലട്ടുമ്പോൾ എൻ്റെ ദൈവമായിട്ട് മാറുന്നത് എൻ്റെ ആരോഗ്യം എനിക്ക് ദൈവമായിട്ട് മാറാം, എനിക്ക് പണം ദൈവമായിട്ട് മാറാം. അപ്പം അതിൻ്റെ കുറവുകളുടെ പിന്നാലെ ഞാൻ പിറുപിറുക്കുന്നു. സത്യത്തിൽ എൻ്റെ സമ്പത്ത് എന്താണാകേണ്ടത്? ദൈവമായിരിക്കണം എൻ്റെ ഓഹരി, കർത്താവായിരിക്കണം എൻ്റെ സമ്പത്ത്. എൻ്റെ സമ്പത്ത് കർത്താവായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മ മറിയം ഒരിക്കലും പരാതിപ്പെട്ടില്ലല്ലോ.
ഒരിക്കലും പരാതിപ്പെട്ടില്ല. കഠിനമായ ദാരിദ്ര്യത്തിൻ്റെ നടുവിലും അവൾ ആമേൻ പറയാനാണ്, സ്വർഗത്തോട് ആമേൻ പറയാനാണ് പഠിച്ചത്. ആമേൻ പറയാൻ പഠിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലേ, അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവനെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും, നന്മയ്ക്കായിട്ട് മാറ്റും. ഈ കഠിന ദുഃഖങ്ങളും ഈ കഠിന വേദനയും ഈ രോഗവും ഈ ദുരിതവുമെല്ലാം സ്വീകരിക്കാം. കർത്താവിൻ്റെ കുരിശിലേക്ക് സമർപ്പിക്കാം. അവനത് വലിയ പുണ്യങ്ങളായിട്ട് മാറ്റും, വലിയ പുണ്യങ്ങളായിട്ട് മാറ്റും. മറിയത്തെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. അമ്മ ഈശോയെ സ്വർഗത്തിന് സമർപ്പിച്ചതുപോലെ, ബലിയർപ്പിച്ചതുപോലെ എൻ്റെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന കുറവുകളുണ്ട്, പണത്തിൻ്റെ ദൗർബല്യങ്ങളുണ്ട്, ജോലിയില്ലാത്ത അവസ്ഥകളുണ്ട്. ഇവിടെയൊക്കെ ഞാൻ പിറുപിറുക്കാണ്, പരാതിപ്പെടാണ്. ഈശോയുടെ ഹിതം പോലെ എന്നിൽ നിറവേറുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ മടിക്കുന്നു. ആമേൻ പറയാൻ എന്നെ പഠിപ്പിക്കണമേ അമ്മേ. ആമേൻ പറയാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ പറയാൻ എന്നെ പഠിപ്പിക്കണമേ. സ്നേഹം നിറഞ്ഞവരെ, ജോബ് തിരുവചനം നമുക്കറിയാലോ, ബൈബിളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം ജോബിൻ്റെ പുസ്തകം. സഹനത്തിൻ്റെ തീച്ചൂളയിൽ നടന്നു പോയ ജോബ്. എന്തൊക്കെ സമ്പത്തുണ്ടായിരുന്നു, എല്ലാം പോയി. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ജോബ് ഒരിക്കലും പിറുപിറുക്കുന്നില്ല. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ജോബ് കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോ മഴത്തുള്ളിക്ക് നമ്മുടെ മുറ്റത്ത് വളരുന്ന ഒരു പുൽനാമ്പിനെ വളർത്തുന്നുണ്ടെങ്കിൽ, ദൈവം വളർത്തുന്നുണ്ടെങ്കിൽ, ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വലിയ പദ്ധതികളുണ്ട്. വേർപാടുകൾക്ക് എല്ലാത്തിനും ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് കിട്ടുന്നതെല്ലാം നമുക്ക് സ്വീകരിക്കാം. ഒരിക്കലും പരാതിപ്പെടുകയോ പിറുപിറുക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിലൂടെ കടന്നു നീങ്ങുകയായിരുന്നു. അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് നടന്നു നീങ്ങാം. അമ്മ നമുക്ക് ബലമാണ്, അമ്മ നമുക്ക് സഹായമാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ അവതരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ തിരുവചനങ്ങൾ ബൈബിൾ പണ്ഡിതന്മാർ സ്കോളേഴ്സൊക്കെ പറയുന്നത്, സത്യത്തിൽ യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഒരിക്കലും 1-ാം അധ്യായത്തിൽ നിന്നല്ല. 1-ാം അധ്യായം പിന്നീട് അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. സത്യത്തിൽ യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത് 2-ാം അധ്യായത്തിൽ നിന്നാണ്. ഈ 2-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താണ് നോക്കിക്കേ. യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് അമ്മയെ ലോകത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ്. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്നു നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ കുടുംബത്തിൽ കാനായിലെ ആ വിവാഹവേളയിൽ വീഞ്ഞ് തീർന്നു പോയെന്ന്. ആരാ സത്യത്തിൽ ഈ വീഞ്ഞ് തീർന്നു പോയ കാര്യം കണ്ടെത്തിയത്? പരിശുദ്ധ അമ്മയാണെന്ന് നമ്മൾ ആ വചനങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സത്യത്തിൽ ആദ്യം തന്നെ ഈ വീഞ്ഞ് തീർന്നു പോയ കാര്യം അറിയുന്നത് ഈശോയാണ്. ഈശോയ്ക്ക് അറിയാലോ അവിടെ വീഞ്ഞ് തീർന്നു പോകുന്ന കാര്യം. അവൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം അനാവൃതമാണ്, എല്ലാം അവന് കാണാം, എല്ലാം അവന് അറിയാം, വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയാം. ഈശോയാണ് സത്യത്തിൽ അറിയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മറിയം വരുന്നതിന് മുമ്പ് ഈശോ അവിടെ വന്നിട്ട് ഈ അത്ഭുതം ചെയ്യാത്തത്? അവിടെയാണ് തിരുവചനത്തിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇത് സ്വർഗത്തിൻ്റെ ഹിതമാണ്. ഇത് സ്വർഗത്തിൻ്റെ ഹിതമാണ്. അമ്മ മറിയത്തിലൂടെ, സ്വർഗത്തിൻ്റെ മകളിലൂടെ അവര് ഈ അത്ഭുതം നിറവേറ്റപ്പെടണം.
അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ, അമ്മയുടെ പ്രാർത്ഥനയിലൂടെ, അമ്മയുടെ അപേക്ഷയിലൂടെ ഈ അത്ഭുതം ഈശോ ചെയ്യണം. അതെ പ്രിയപ്പെട്ടവരെ, ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അമ്മ മറിയം പ്രത്യക്ഷപ്പെടുന്നുണ്ട്, മക്കളെ സഹായിക്കുന്നുണ്ട്. ഭൗതികമായിട്ടും അതിനേക്കാൾ ഉപരി ആത്മീയമായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുന്നുണ്ട്. ഒത്തിരി ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വ്യക്തിപരമായ ജീവിതങ്ങളിലും അവർ രഹസ്യമായിട്ടും പരസ്യമായിട്ടുമൊക്കെ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒത്തിരി സന്ദേശങ്ങൾ, സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ അമ്മ കൊടുക്കുന്നുണ്ട്. ആദ്യ നൂറ്റാണ്ടില് ശ്ലീഹന്മാരെ ഒരുമിച്ച് നിർത്തി പെന്തക്കുസ്തയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെ നിറവിന് പെന്തക്കുസ്തായ്ക്ക് ഒരുക്കിയതുപോലെ അമ്മ ഓടി നടന്ന് പ്രത്യക്ഷപ്പെട്ട് പ്രാശ്ചിത്തം ചെയ്യും മക്കളെ, പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രണ്ടാം പെന്തക്കുസ്തയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തെ അമ്മ ഒരുക്കുന്നുണ്ട്. പാപം ഒരു വശത്ത് ഇങ്ങനെ ചേക്കേറുമ്പോൾ ക്രൈസ്തവർക്കും ക്രൈസ്തവ സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കും എതിരെ പാപം ഇങ്ങനെ ചേക്കേറുമ്പോൾ, ആത്മാക്കളെ പാപത്തിലേക്ക് വലിച്ചഴയ്ക്കുവാനായിട്ട് സാത്താൻ ഇങ്ങനെ കഠിന പരിശ്രമം ചെയ്യുമ്പോൾ അമ്മ ഓടി നടന്ന് കണ്ണുനീരൊഴുക്കുന്നുണ്ട്, രക്തക്കണ്ണീരൊഴുക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഫാത്തിമായിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് മാസങ്ങളോളം അമ്മ പ്രത്യക്ഷപ്പെട്ടു. ലൂസിക്കും ജെസീന്തയ്ക്കും ഫ്രാൻസിസിനും ഈ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് അമ്മ എന്താണ് പറഞ്ഞത്? മക്കളെ, ജപമാല എടുത്ത് പ്രാർത്ഥിക്ക്, നിങ്ങൾ പ്രാശ്ചിത്തം ചെയ്യ്, പ്രാർത്ഥിക്ക്, പരിഹാരം ചെയ്യ്, ത്യാഗങ്ങൾ ചെയ്യ്, സമർപ്പിക്ക്. ഈ 3 കുട്ടികളും ഒരുപാട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി ജപമാല മുട്ടുകൾ മടക്കി അവർ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെന്താ ചെയ്തേന്നോ? അവരാ പിഞ്ച് മുട്ടുകളിൽ മുട്ടുകുത്തി ജപമാല ചൊല്ലുന്നതോടൊപ്പം തന്നെ ജെസീത ചോദിക്കുന്നുണ്ട്, ഫ്രാൻസിസും ചോദിക്കുന്നുണ്ട്, ചേച്ചി നമുക്കിനി എന്താണ് ഈശോയ്ക്കും സ്വർഗത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എന്ത് ത്യാഗം നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ഉപവസിക്കാം, നമുക്ക് ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാം. അങ്ങനെ അവർ ഭക്ഷണം ഉപേക്ഷിക്കുന്നു. അവരുടെ ചെറിയ കൊച്ചു ത്യാഗപ്രവൃത്തി. ഫ്രാൻസിസ് ഒരു കയറ് കണ്ടു. ആ കയറ് അവൻ്റെ അരയിൽ ചുറ്റിക്കെട്ടി. ആ ചകിരിക്കയറ് വല്ലാതെ അവൻ്റെ വയറിനെ നോവിക്കുന്നുണ്ട്. ശരീരത്തിലേൽക്കുന്ന ഓരോ വേദനകളും മറിയത്തിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. മറിയം അത് സ്വർഗത്തിലേക്ക് സമർപ്പിക്കുന്നു. മാനസാന്തരങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. ലൂർദിലെ ബെർണദീത്തായ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അമ്മ. സന്ദേശങ്ങളുടെയൊക്കെ ആകെ സാരം എന്ന് പറയുന്നത് ഇതാണ്: പ്രാശ്ചിത്തം ചെയ്യുക, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് പരിഹാരം ചെയ്യുക, എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കുക, പ്രാർത്ഥിക്കുക മക്കളെ, പ്രാർത്ഥിക്കുക. മഡ്ജുഗോറിയിൽ എല്ലാ മാസത്തിന് 25-ാം തീയതിയും അമ്മ സന്ദേശം കൊടുക്കുന്നുണ്ടല്ലോ. ഈ ജൂലൈ 25-ാം തീയതി അമ്മ സന്ദേശം കൊടുത്തു. എൻ്റെ മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കാതെ തണുത്തുപോയ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ കഴിഞ്ഞ മാസം ജൂലൈ 25-ാം തീയതി ഈ കഴിഞ്ഞ മാസം അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ്, മക്കളെ പ്രാർത്ഥിക്കുക. അമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ, അമ്മ എവിടെയൊക്കെ കണ്ണുനീരൊഴുക്കുന്നുണ്ടോ, എവിടെയൊക്കെ അമ്മ സുഗന്ധ അഭിഷേകം നൽകുന്നുണ്ടോ, അവിടെയൊക്കെ അമ്മയ്ക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ: പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്, തിരുസഭയ്ക്ക് വേണ്ടിയിട്ട്, വൈദികർക്ക് വേണ്ടിയിട്ട്, സമർപ്പിതർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പ്രാശ്ചിത്തം ചെയ്യുക. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ചെയ്യാനായിട്ടുള്ള ഇതാണ്: പ്രാശ്ചിത്തം ചെയ്യണം, ഉപവാസമെടുക്കണം. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മളെക്കാൾ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യണം.
അമ്മയുടെ സൈന്യത്തിലെ അംഗങ്ങളാണ് നമ്മൾ. അമ്മയുടെ സൈന്യത്തിലെ അംഗങ്ങളാണ് നമ്മൾ. അമ്മയ്ക്ക് നമ്മളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അമ്മയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്തു തീർക്കാനുണ്ട്. നിന്റെ കുടുംബത്തിലൂടെ, നിന്റെ പൗരോഹിത്യത്തിലൂടെ, നിന്റെ സന്യസ്ത ജീവിതത്തിലൂടെ, നിന്റെ ശുശ്രൂഷ ജീവിതത്തിലൂടെ, നിന്റെ ഈ കൊച്ചു ജീവിതത്തിലൂടെ സ്വർഗത്തിന് വേണ്ടി അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നിലൂടെ ചെയ്യാനുണ്ട്. അമ്മയ്ക്ക് വിട്ടുകൊടുക്കാം, അമ്മയ്ക്ക് വിട്ടുകൊടുക്കാം. അമ്മ പ്രവർത്തിക്കും, അമ്മ പ്രവർത്തിക്കും. അമ്മ ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടിട്ടില്ലേ, കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ത്യാഗപ്രവർത്തികൾ, പരിത്യാഗ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് വലിയ വിശുദ്ധയായ കൊച്ചു ത്രേസ്യ പുണ്യവതിയെക്കുറിച്ച്. ഈ കൊച്ചുറാണി പുണ്യവതി പറയുന്നത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ പരിത്യാഗ പ്രവൃത്തികൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചു. അങ്ങനെ ഈ എളുപ്പ വഴിയിലൂടെ, ചെറിയ വഴിയിലൂടെ അവൾ സ്വർഗത്തിലേക്ക് കയറി. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല എന്നാണ് കൊച്ചു ത്രേസ്യ പുണ്യവതി പറയുന്നത്. കൊച്ചു വഴി, കുറുക്കു വഴി, എളുപ്പത്തിലുള്ള വഴിയിലൂടെ അവൾ ഈശോയുടെ ഹൃദയം സ്വന്തമാക്കി. ചെറുപ്പം 15 വയസ്സായിരുന്നപ്പം കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ പിതാവ് ഒരു പുസ്തകം വായിക്കുന്നുണ്ട്, ജോൺ ഓഫ് ദ ക്രോസിന്റെ പുസ്തകം, ലൂയി മാർട്ടിൻ. ഈ വിശുദ്ധ ലൂയി മാർട്ടിൻ ഈ പുസ്തകം വായിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ താഴത്തെ അലമാരിയിലൊന്നും വയ്ക്കാതെ അലമാരിയുടെ മേളിൽ കയറ്റി വെക്കും. എന്നിട്ട് ഈ സ്വയം ആത്മകഥമായിട്ട് പറയുന്നു, ഈ പുസ്തകം എൻ്റെ മകള്, ഏറ്റവും ഇളയ കുട്ടി കൊച്ചുറാണി ഇത് വായിക്കാൻ പാടില്ല. കൊച്ചുറാണി ഇത് വായിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം അവളുടെ ആത്മാവ് പെട്ടെന്ന് അവളുടെ ആത്മാവ് വല്ലാതെ എന്തെങ്കിലും തീരുമാനം എടുത്തു പോകും. അവളെ എനിക്ക് വേർപിരിയാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഇത് അപകടം പിടിച്ച പുസ്തകമാണ്. ജോൺ ഓഫ് ദ ക്രോസിന്റെ ആത്മകഥയാണ്, ജീവചരിത്രം. അപ്പൊ ഇത് വായിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലൂയി മാർട്ടിൻ ഇത് അലമാരിയുടെ മുകളിൽ കൊണ്ടുപോയി വെക്കും. പക്ഷെ കൊച്ചുറാണി ഇത് കണ്ടെത്തി കഴിയുമ്പോൾ ഇതെടുത്ത് വായിക്കും. കൊച്ചുറാണി ഇത് വായിച്ച് കഴിഞ്ഞിട്ട് അവിടെ തന്നെ വെക്കും. അങ്ങനെ പുസ്തകം മുഴുവനും വായിച്ചു തീർത്തു. എന്നിട്ട് അവള് പറയും, ഓ, ഈ ജോൺ ഓഫ് ദ ക്രോസ് എത്ര വലിയ വിശുദ്ധനാണ്. ജോൺ ഓഫ് ദ ക്രോസ്, കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ. ഇദ്ദേഹം ചെയ്തതുപോലെയുള്ള വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് സ്വർഗത്തിലേക്ക് കയറുന്ന ഒരു കോവണിപ്പടിയാണ്. ഇതിലൂടെ നമ്മൾ പ്രയാസപ്പെട്ട് ഓരോ സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് സ്വർഗത്തിലെത്തണം. ഇത് വലിയ പ്രയാസമാണ്. ഈശോയെ, നിന്റെ കൊച്ചുറാണിക്ക് ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഒന്നുണ്ട്, എൻ്റെ വീട്ടിലില്ല, പക്ഷെ ലോകത്തിൽ വേറെ എവിടെയൊക്കെയോ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ലിഫ്റ്റ്, അതിൽ വെറുതെ കയറി നിന്നാൽ മതി. സ്വിച്ച് ഒന്ന് അമർത്താം, ഫസ്റ്റ് ഫ്ലോറിലേക്കോ സെക്കൻഡ് ഫ്ലോറിലേക്കോ 3ാം നിലയിലേക്കോ, അങ്ങനെ നമ്മൾ ആ നമ്പർ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ മെഷീൻ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് 3rd ഫ്ലോറോ 4th ഫ്ലോറോ 2nd ഫ്ലോറോ 1st ഫ്ലോറോ അങ്ങനെ എത്തിക്കും. പിന്നെ ഡോറ് തുറക്കും, നമ്മൾ വെറുതെ ചെന്ന് ഇറങ്ങിയാൽ മതി. എനിക്കതേ പറ്റൂ. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ അത് സമർപ്പിച്ച് കുറുക്കുവഴി നേടി. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കുറുക്കുവഴി? എന്തായിരുന്നോ അത്? ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ അവൾ എങ്ങനെയാണ് സമർപ്പിച്ചത്? അവൾ സമർപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. ഇതായിരുന്നു സത്യത്തിൽ കുറുക്കുവഴി. സത്യത്തിൽ അവളുടെ കുറുക്കുവഴി എന്ന് പറയുന്നത് ഇതാണ്. അവൾ തൻ്റെ ഓരോ പ്രാർത്ഥനകളും, ഒരു നന്മ നിറഞ്ഞ മറിയം എന്ന് പറയുന്ന പ്രാർത്ഥനയായിക്കോട്ടെ, വരാന്തയിൽ കിടക്കുന്ന ഒരു ഇല എടുത്ത് പറക്കിക്കളയുന്ന ഒരു പ്രവർത്തനമായിക്കോട്ടെ, അതെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, ഈശോയിലേക്ക് സമർപ്പിച്ചത്, കരങ്ങളിലേക്ക് സമർപ്പിച്ചത് അമ്മ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ വിമല ഹൃദയം വഴി കൊച്ചു ത്രേസ്യ സമർപ്പിച്ച ഒരു ത്യാഗപ്രവൃത്തിയും, ഒരു നന്മ നിറഞ്ഞ മറിയവും, ഒരു സഹനവും സ്വർഗം നിരസിച്ചില്ല. ഇതായിരുന്നു സത്യത്തിൽ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ കുറുക്കുവഴി. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി എന്ന് പറയുന്നത് അമ്മയുടെ വിമല ഹൃദയം വഴിയാണ്. പ്രിയപ്പെട്ടവരെ,
ആ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുന്ന കൊച്ചു ചെറിയ ത്യാഗപ്രവൃത്തിയായിക്കോട്ടെ, വലിയ ത്യാഗപ്രവൃത്തിയായിക്കോട്ടെ, രക്തസാക്ഷിത്വമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, സ്വർഗം അതൊരിക്കലും നിരസിക്കുകയില്ല. സ്വർഗം അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതാണ് കുറുക്കുവഴി, ഇതാണ് പരിത്യാഗം. നമുക്ക് അമ്മയിലൂടെ ഈശോയിലേക്ക് ചേക്കേറാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി എല്ലാം സമർപ്പിക്കാം. കൊച്ചു ത്രേസ്യ പറയുന്നുണ്ട്, മനോഹരമായിട്ടുള്ളൊരു അമ്മ മറിയത്തിൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കിക്കൊണ്ട് കൊച്ചു ത്രേസ്യ പുണ്യവതി പറയുന്ന ഒരു വാചകമുണ്ട്. അമ്മേ, അമ്മേ, ഞാനാണ് നിന്നേക്കാൾ ഭാഗ്യവതി. അമ്മേ, ഞാനാണ് നിന്നേക്കാൾ ഭാഗ്യവതി. എന്തുകൊണ്ടെന്നാൽ ഇത്രയേറെ മഹത്വപൂർണയും സുഹൃത സമ്പന്നയുമായ അമ്മ എനിക്കുണ്ടല്ലോ. നിനക്കാകട്ടെ അങ്ങനെയൊരു അമ്മയില്ല. ഇത്രയേറെ സുഹൃത സമ്പന്നയുമായ അമ്മ എനിക്കുണ്ട്, നിനക്കാകട്ടെ അങ്ങനെയൊരു അമ്മയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞത് കേട്ടോ, അവളാണ് ഭാഗ്യവതി എന്ന്. സത്യത്തിൽ ശരിയല്ലേ? നമ്മൾ എത്രയോ ഭാഗ്യവാരാണ്. ഇത്രയും സുഹൃത സമ്പന്നയും എളിമയും നമ്മളൊന്ന് വിളിക്കുമ്പോൾ, എത്ര തിന്മയുടെ നടുവിലായിക്കോട്ടെ, കണ്ണുനീരൊഴുക്കി ഒന്ന് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ ആ വിളിക്കുന്ന ആ നിമിഷം തന്നെ പരിശുദ്ധ അമ്മ മാലാഖമാരായിട്ട് നമ്മുടെ അടുത്തെത്താറില്ലേ? എത്രയോ ദുരന്തങ്ങളുടെ നടുവിൽ സ്വർഗത്തിൻ്റെ സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥനയുടെ കരങ്ങൾ വഴി നമ്മുടെ കുടുംബം അനുഭവിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് വല്ലാത്ത മരിയ ഭക്തിയുണ്ട്, അമ്മയോട് വല്ലാത്ത സ്നേഹമുണ്ട്, അമ്മയോട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. പക്ഷെ ഒരു ദിവസം ഒരു ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ മാറിൽ നെഞ്ചത്ത് ചാരി കിടന്നുകൊണ്ട് ഈശോ കിടന്ന് ഉറങ്ങുന്ന ഒരു ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണുകൾ അടച്ചിരുന്നു കഴിഞ്ഞപ്പം എനിക്കും ഒരു മോഹം, അമ്മയുടെ സ്നേഹം അനുഭവിക്കണം. സ്നേഹം കിട്ടുന്നുണ്ട്, അമ്മ പോരാ, ഈശോ അനുഭവിച്ചതുപോലെ, ഈശോ അമ്മയുടെ ചങ്കിൽ ചേർന്ന് കിടന്നതുപോലെ, അമ്മയുടെ നെഞ്ചിൽ ചാരി കിടന്നതുപോലെയുള്ള ആ സ്നേഹം അനുഭവിക്കണം. അപ്പൊ പെട്ടെന്ന് കുറച്ച് വരികൾ വന്നു, പാട്ട് എഴുതി. പക്ഷെ അതിൽ അമ്മ പറഞ്ഞു തന്ന വരികൾ ഇതായിരുന്നു. അമ്മ പറഞ്ഞു തന്നത് ഇതാണ്: ഞാനിങ്ങനെ മോഹമുണ്ട് അമ്മയുടെ നെഞ്ചത്ത് അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ മോഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു തന്നു, മോനെ, നിനക്ക് എൻ്റെ സ്നേഹം വേണോ? നിനക്ക് എൻ്റെ സ്നേഹം വേണമെങ്കിൽ നീ ജപമാല കൈകളിലെടുക്ക്. പെട്ടെന്ന് വരികൾ വന്നു, എഴുതി. അച്ഛനൊരു മ്യൂസിക് ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ അറിയാൻ പാടില്ല, വലിയ പാട്ടുകാരനൊന്നുമല്ല. പക്ഷെ പെട്ടെന്ന് വരികൾ വന്നു. ഞാനിങ്ങനെ കോറി ഒരു 5 മിനിറ്റ് കൊണ്ട് പാട്ടുകൾ എഴുതി തീർന്നു. ജപമണിമാലയിൽ ഉയരും പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയം. വചനത്തിൽ കോർത്ത ഈ പ്രാർത്ഥനാ മന്ത്രം ഒരുവിടും അതരത്തിലെന്നും കാവലായ അമ്മ ചാരയണഞ്ഞിടും. നിന്റെ നെറുകിൽ ഒരു ചുംബനം ചാർത്തും, നെഞ്ചോട് ചേർത്തിടും അമ്മ, നെഞ്ചോട് ചേർത്തിടും അമ്മ. എപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത്? ഒരു കുടുംബം അനുഭവിക്കുന്നത്, ഒരു വ്യക്തിപരമായ ജീവിതം അനുഭവിക്കുന്നത് അത് ജപമാല കൈകളിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ്, സ്വർഗത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തുമ്പോഴാണ്, സ്വർഗത്തിന് വേണ്ടി ആമേൻ പറയുമ്പോഴാണ്. ജപമാല കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ ചാരത്തെത്തുന്നുണ്ട്. ഭൗതികമായ നേട്ടങ്ങൾ കാണുന്നു നിങ്ങൾ വിചാരിക്കരുത്, അതതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാ. സ്വർഗത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുമ്പോൾ, സ്വർഗത്തിന് വേണ്ടി നെട്ടോട്ടം നമ്മൾ ഓടുമ്പോൾ, സ്വർഗത്തിന് വേണ്ടിയിട്ട്, തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ, വേദനകൾ സ്വീകരിക്കുമ്പോൾ അത് അമ്മയെ സന്തോഷിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തെ ത്രിയേക ദൈവത്തെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതൊരു ആയുധമാണ്.
സാത്താൻ്റെ തലയെ തകർക്കുവാൻ, അമ്മയുടെ സ്നേഹം അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ ആത്മാവ് നിറയുവാൻ, എല്ലാം കൊണ്ടും സ്വർഗീയ സംരക്ഷണമൊക്കെ കിട്ടുവാനായിട്ടുള്ള വലിയ ഒരു ആയുധമാണ് പരിശുദ്ധ ജപമാല. നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം, കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കറിയാവോ പാദ്രെ പിയോ വലിയ വിശുദ്ധൻ. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ പറയുന്നത്, ഒരു ദിവസം ഈ പാദ്രെ പിയോ അമ്മയോട് ചേർന്ന് നിന്ന് 40 ജപമാലകൾ വരെ ചൊല്ലുമായിരുന്നു. 40 ജപമാലകൾ വരെ 24 മണിക്കൂറുള്ളൊരു ദിവസത്തിൽ 40 ജപമാലകൾ വരെ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. സദാ പോക്കറ്റിലുണ്ടാകും. ഒരു കൈ എപ്പോഴും ലോവയുടെ ഉള്ളിലുണ്ടാകും. ഇങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ യുദ്ധത്തിൽ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അമ്മയോട് നമുക്ക് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ഇല്ലായ്മകളെ എപ്പോഴും പെറുപിറുക്കാതെ, നമ്മുടെ ഉള്ളായ്മകളെക്കുറിച്ച് ആനന്ദത്തോടുകൂടെ പറയുവാനും. ഹെബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, അത്തി പൂക്കുന്നില്ല, മുന്തിരി കായ്ക്കുന്നില്ല, എൻ്റെ ആട്ടിൻ തൊഴുത്തിൽ ആടുകളില്ല, കാലിത്തൊഴുത്തിൽ പശുക്കളില്ല, എല്ലാം മറ്റുപോകുകയാണ്. എല്ലാം ഇല്ലാതായാലും ഞാൻ ആനന്ദിക്കും, ഞാൻ പിറുപിറുക്കില്ല, ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഹെബക്കുക്ക് പ്രവാചകൻ വലിയ വായിൽ പറയാണ്, ഇത്രയും നാളത്തെ എൻ്റെ സമ്പാദ്യം മുഴുവനും പോയാലും, എൻ്റെ എല്ലാം പോയാലും, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചാലും, ഇല്ല കർത്താവേ, ഇല്ല, അതിലല്ല എൻ്റെ ആത്മാവ് സന്തോഷം കണ്ടെത്തുന്നത്. എൻ്റെ ആത്മാവ് സന്തോഷം കണ്ടെത്തുന്നത് എൻ്റെ കർത്താവായ ദൈവത്തിലാണ്, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിലാണ്. ജോബ് പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് പോലെ, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ നാവ്, ദൈവം നൽകിയ ഈ ശബ്ദം, ദൈവം നൽകിയ ഈ ദാനങ്ങൾ ദൈവത്തിന് നന്ദി പറയാനുള്ളതാണ്. കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്, തോൽവികളുണ്ട്, പരാജയങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ വചനത്തിലേക്ക് വരാം. ദൈവം എല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ടല്ല ഒരാളെ വിളിക്കുന്നത്. ഞാനിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചാനൽ തന്നെ, ഈ ഷെക്കൈന ടെലിവിഷൻ തന്നെ, ദൈവം ഇനി നാളെ എങ്ങനെയാണെന്ന് ഒരിക്കലും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാകില്ല. എനിക്ക് തോന്നുന്നില്ല. ഇന്നില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നാളെ, വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പക്ഷേ ഇവിടെ സംഭവിക്കും. തീർച്ചയാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. എല്ലാ മാസ്റ്റർ പ്ലാനും വരച്ചു കൊടുത്തുകൊണ്ട് ഏൽപ്പിച്ചതല്ല. ഓരോ ദിവസവും ദൈവം ഇന്നത് ചെയ്യും. ഓരോ മാസവും ദൈവം ഇതുപോലെ പോകൂ എന്നൊക്കെ സന്തോഷ് ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം. എല്ലാം വെളിപ്പെടുത്തില്ല. മോശയോട് ചെയ്തതുപോലെ തന്നെ, മോശയിലൂടെ പ്രവർത്തിച്ചതുപോലെ തന്നെ ഈ ഒരു ചാനലിലെ എല്ലാ ദൈവ ശുശ്രൂഷകളും കർത്താവിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവരിലും തന്നെ എല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ടല്ല. അതുകൊണ്ട് ശുശ്രൂഷകരായിക്കോട്ടെ, കുടുംബജീവിതം നയിക്കുന്നവരായിക്കോട്ടെ, പുരോഹിതരായിക്കോട്ടെ, സന്യസ്തരായിക്കോട്ടെ, ദൈവ വേലയ്ക്ക് ഇറങ്ങി തിരിച്ച ഓരോ ദൈവ പൈതലുമായിക്കോട്ടെ, നെടുവീർപ്പിടണ്ട. ചെങ്കടലൊക്കെ അവിടെ കിടക്കും, ചെങ്കടൽ കിടക്കും, അറേബ്യ സീ കിടക്കും. നിന്റെ കയ്യിൽ കർത്താവ് ഒരു വടി തരും. നീ അത് അവൻ പറയുന്ന സമയത്ത് നീട്ടിയാൽ മതി. നീയല്ല പ്രവർത്തിക്കുന്നത്, എൻ്റെ ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തി ഒഴുകും. ഇസ്രായേൽ ജനമാണ് പിറുപിറുക്കുന്നത്. നീ പിറുപിറുക്കരുത്. നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നീ തെരഞ്ഞെടുക്കപ്പെട്ടവളാ. നീ ഈശോയുടേതാ. നീ കർത്താവിൻ്റേത് മാത്രമാ. ഈ നാവ് ദൈവസ്തുതികൾ ഉയരട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം.
കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. എന്നെ സൃഷ്ടിച്ച എൻ്റെ കർത്താവായ ദൈവമേ, എനിക്കറിയില്ല നാളെ എന്ത് സംഭവിക്കും, എന്ത് ഞാൻ നേരിടേണ്ടതായിട്ട് വരും. എൻ്റെ ശക്തി പോകുമോ, എൻ്റെ ആരോഗ്യം ക്ഷയിക്കോ, എനിക്ക് കൊറോണ വരുമോ, എൻ്റെ ആരോഗ്യം കെട്ടുപോകുമോ, എനിക്ക് എൻ്റെ സാമ്പത്തിക മേഖലയിൽ ഞാൻ പരാജയം നേരിടുമോ, ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവമാണ്, എന്നെ സൃഷ്ടിച്ച എൻ്റെ തമ്പുരാനാണ്. എന്നെ കുറിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. അതാര് വിചാരിച്ചാലും തകർക്കപ്പെടാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ ബലമായിട്ട് മറിയമുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്. ഓ കർത്താവേ, എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവമേ, എന്റെ നിയോഗങ്ങള്, എന്റെ പ്രാർത്ഥനകള്, എന്റെ ജീവിത നിയോഗം, സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം അമ്മയുടെ വിമല ഹൃദയം വഴി ഇതാ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, കുടുംബത്തെ സമർപ്പിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്വർഗം വെളിപ്പെടുത്തിയ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ ബഹുമാനപ്പെട്ട റാണി ചേച്ചിക്ക് സ്വർഗം വെളിപ്പെടുത്തിയ സന്ദേശങ്ങൾ, അമ്മയിലൂടെ നൽകിയ സന്ദേശങ്ങൾ നമുക്ക് ശ്രവിക്കാം. സ്വർഗം വെളിപ്പെടുത്തിയതാണ് കേട്ടോ, സ്വർഗം നൽകിയതാ, സ്വർഗം വെളിപ്പെടുത്തിയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ മക്കളെ, പരിശുദ്ധ അമ്മ, സഹനത്തിൻ്റെ അമ്മ, എത്ര ഉപേക്ഷിച്ചാലും നമ്മുടെ അപേക്ഷകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ, നിലയ്ക്കാത്ത അപേക്ഷകളുമായി ക്രൂശിതന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അമ്മ, ഇന്നേ ദിവസം അമ്മയുടെ ആഹ്വാനങ്ങൾ സ്വീകരിക്കാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. അമ്മ നമ്മെ സഹായിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ. ഇന്നലെ അമ്മ പറഞ്ഞു, മക്കളെ, മരീചികയിൽ വെള്ളമന്വേഷിക്കുന്ന മക്കളായി തീരരുത് നിങ്ങൾ. യേശുവിനെ കൂടാതെ ഒരു സത്യമില്ല, ഒരു മാർഗവുമില്ല. എന്തെന്നാൽ ഇതാ അവൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ അവൻ്റെ കയ്യിലുണ്ട്. മക്കളെ, യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ച് സ്നേഹിക്കുക, വിശ്വസിക്കുക, മനസ്തപിക്കുക, അനുതപിക്കുക, പാപത്തിൻ്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. ഈ അമ്മ നിങ്ങളെ സഹായിക്കാം. പാപത്തിൻ്റെ പീഡനം അതിൻ്റെ നിത്യതയായ നരകത്തിലേക്കാണ് നിങ്ങളെ നയിക്കുക. ഇതാണ് രക്ഷയുടെ സമയമെന്നറിയുക. അതുകൊണ്ട് പാപമാർഗങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം, മാനസാന്തരം സ്വീകരിക്കാം. ഒരു ജീവിതം കൊണ്ട് പൂർത്തീകരിക്കേണ്ട അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പാപത്തിൻ്റെ പീഡനം നിത്യനരകമാണ് നമുക്ക് നൽകുക. പാപത്തെ ഉപേക്ഷിച്ചുള്ള വിശുദ്ധി നിറഞ്ഞ ജീവിതം നിത്യരക്ഷയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. സർവ നന്മകളുടെയും വിരോധിയായ പൂർവശത്രു പരീക്ഷകൾ നിർത്താതെ ജാഗരൂകരല്ലാത്തവരെ കെണിയിൽ വീഴിച്ചുകൊണ്ട് എൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും തകർക്കാൻ അക്ഷീണം ശ്രമിക്കുന്നു. മക്കളെ, യേശുവിൻ്റെ ഉദ്ദേശങ്ങളോട് യോജിച്ച് നിന്നുകൊണ്ട്
പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ജീവിക്കുക. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നതുമായ സുഗന്ധ അഭിഷേകത്തെക്കുറിച്ച് പരിഹാസങ്ങൾ സ്വീകരിക്കുവാനും ശാന്തതയുടെയും വിശുദ്ധിയുടെയും ജീവിതം നയിക്കുവാനും ഒരുങ്ങുക. പല സന്ദർഭങ്ങളിലും പല വിധത്തിലും പലർക്കും അഭിഷേകമായി അത് ലഭിക്കാമെങ്കിലും എൻ്റെ പ്രിയ കുഞ്ഞിലൂടെ ഈ ഭവനത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന അടയാളം മറ്റുള്ളവർക്ക് അനുഭവമാകും വിധത്തിൽ ഇനിമേൽ ലഭിക്കുകയില്ല. ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ മക്കളെ, സുഗന്ധത്തിൻ്റെ അടയാളമായി നിങ്ങൾ ഈ അമ്മയോടൊപ്പം അണിചേരുക. നമുക്ക് പലപ്പോഴും അഭിഷേകമായിട്ട് സുഗന്ധം ലഭിക്കാറുണ്ട്. അമ്മ പറയാ അതൊത്തിരി പേര് അനുഭവത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. എന്നാൽ ആ സുഗന്ധാഭിഷേകം ലഭിക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു മാനസാന്തരമാകരുത് നമ്മുടേത്. അമ്മ പറയുന്നു മാനസാന്തരമാണ് ഏറ്റവും വലിയ അടയാളം. മറ്റ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഒന്നുമല്ല. ഏറ്റവും വലിയ അടയാളം മാനസാന്തരമാണ്. അതെപ്പോഴാണ് സംഭവിക്കുക? വിശുദ്ധി നിറഞ്ഞ നമ്മുടെ ജീവിതം വിശുദ്ധിയുടെ പരിമളം കൊണ്ട് നിറയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ അടയാളങ്ങളായിട്ട് മാറുകയാണ് ഈ ലോകത്ത്. അതാണ് ഏറ്റവും വലിയ അടയാളം. അല്ലാതെ കുറേ അത്ഭുതങ്ങൾ കണ്ടു, കുറേ അടയാളങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചു, അത്ഭുതങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചു, ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടി. പക്ഷെ അതൊന്നും മറ്റുള്ള ഒരു ആത്മാവിനെയെങ്കിലും യേശുവിലേക്ക് അടുപ്പിക്കാൻ ഉതകുന്നില്ലെങ്കിൽ നീ യേശുവിൻ്റെ അടയാളമല്ല. നിന്നിലുള്ള മാനസാന്തരം പൂർണ്ണമല്ല. അതിലെവിടെയോ കുഴപ്പമുണ്ട്. നമുക്ക് യേശുവിൻ്റെ അടയാളമായിട്ട് മാറാം. നമുക്കൊന്നു ചേർന്ന് ദൈവപിതാവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കൃപകൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. യഥാർത്ഥ മാനസാന്തരം ലഭിച്ച മക്കളുടെ വലിയൊരു കൂട്ടായ്മ ഈ ലോകത്തുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് ലോകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും സ്വീകരിക്കാൻ സാധിക്കും. യേശുവിൻ്റെ പരിമളം കൊണ്ട് ലോകം നിറയും. പാപത്തിൻ്റെ ദുർഗന്ധം ലോകത്തിൽ നിന്ന് മാറിപ്പോകും. അതാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ആത്മനാശം കണ്ട് വേദനിക്കുന്നതോടൊപ്പം വേദനയോടെ ഒരു കാര്യം നിങ്ങളെ അനുസ്മരിപ്പിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പല സന്ദേശങ്ങളും നിങ്ങൾ ഗവനിക്കാതെയും അനുസരിക്കാതെയും ചെയ്യുന്നത് എനിക്കേറെ വേദനാജനകമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2001 നവംബർ 2 അമ്മ ഇത് പറയുന്നത്. നമ്മുടെ ലോകത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഒത്തിരി സന്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, അമ്മയ്ക്ക് പറയാനുള്ളത് എന്താ? ഈശോ പറഞ്ഞത് ഓർമ്മിപ്പിക്കലാണ്. ഇത് ഒത്തിരി സ്ഥലങ്ങളിലൂടെ കിട്ടിയിട്ടുണ്ട്, നമുക്കിവിടെയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ പലതും നമ്മൾ ഗവനിക്കുന്നില്ല. അമ്മയ്ക്ക് അതിൽ സങ്കടമുണ്ടെന്ന് അമ്മ പറയാം. അമ്മ പറയുന്നു, നിങ്ങൾ എത്ര വേദനിപ്പിച്ചാലും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനേ കഴിയൂ. സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന 2 ഹൃദയങ്ങളെക്കുറിച്ച് ഇതിനു മുൻപുള്ള സന്ദേശത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ എത്ര വേദനിപ്പിച്ചാലും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു അമ്മയാണ് നമ്മുടെ അമ്മ. മക്കളെ, ഇനിയും എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അനുസരിക്കണമെന്നാണ് എൻ്റെയും എൻ്റെ തിരുക്കുമാരൻ്റെയും ഹൃദയ അഭിലാഷം. അതിനാൽ വചനമനുസരിക്കുക, പരിശുദ്ധ കുർബാനയിലും ജപമാല ഭക്തിയിലും ഉപവാസത്തിലും കുംഭസാരത്തിലും തീക്ഷ്ണതയുള്ളവരാകുക. എൻ്റെ സന്ദേശങ്ങൾ ധ്യാനിക്കുക, ജീവിക്കുക. അനുസരണത്തിലും എളിമയിലും പാപത്തെ ഉപേക്ഷിച്ച് വിശ്വാസത്തിൻ്റെയും സത്യത്തിൻ്റെയും പാതയെ പുൽകുക. ഇനിയും ഇപ്രകാരം വളരെ ഞാൻ സംസാരിക്കില്ല. ഇത്രയും സംസാരിച്ചതെല്ലാം നാം കേട്ടാൽ മതി. ഇനി അമ്മ ഒത്തിരി സംസാരിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ല. അമ്മ സംസാരിക്കുന്നത് മൗനമായിട്ടായിരിക്കും, നമ്മൾ സാന്നിധ്യം കൊണ്ടായിരിക്കും. അമ്മ സംസാരിക്കാതിരിക്കുകയല്ല, അമ്മയുടെ മൗനം പോലും സംസാരിക്കുന്നതായിട്ട് മക്കൾ സ്വീകരിക്കണം. അമ്മയുടെ മൗനം മക്കളോട് പലതും സംസാരിക്കുന്നുണ്ട്.
ഈ വിമല ഹൃദയത്തിൽ എല്ലാം സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. മക്കളെ, ഈ ഹൃദയം നിങ്ങളുടെ സ്വന്തമാണ്. അമ്മയുടെ ഹൃദയം സ്വന്തമാക്കിയാൽ അമ്മ എപ്പോഴും നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അമ്മയ്ക്ക് സംസാരിക്കാനുള്ളത് ഈശോയെ കുറിച്ചാണ്. ഈശോ പറയുന്നത് സ്വർഗത്തെക്കുറിച്ചാണ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണമെന്ന് ഈശോ പറഞ്ഞില്ലേ? പിതാവിൻ്റെ ഹിതം നിറവേറ്റി ജീവിച്ച കർത്താവ് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും അമ്മ ജീവിച്ചിട്ടുള്ളതും അതാണ്. ഈശോയുടെ ഹിതം നിറവേറ്റുകയായിരുന്ന അമ്മയുടെയും ഭക്ഷണം. അങ്ങനെ ദൈവഹിതം നിറവേറ്റുന്ന മക്കൾ ദൈവഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണമെന്ന്, എൻ്റെ ശരീരത്തിനെ പോഷിപ്പിക്കുന്നതെന്ന്, എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുന്നതെന്ന് വിശ്വസിച്ച് ദൈവനന്മയിൽ നിലനിൽക്കുക. മക്കളെ, ഈ ഹൃദയം നിങ്ങളുടെ സ്വന്തമാണ്. സ്വന്തമായതിനെ തള്ളിക്കളയരുതേ. സ്വന്തമായതിനെ തള്ളിക്കളഞ്ഞിട്ട് അമ്മ വേണ്ട, പരിശുദ്ധ അമ്മ വേണ്ട, അമ്മയെ സ്നേഹിക്കേണ്ട, അമ്മയെ വിശ്വസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഈ ലോക മക്കളുടെ കൂട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നേ. പരിശുദ്ധ അമ്മ ഉറപ്പേകുന്നു. മക്കളെ, പരിശുദ്ധ അമ്മയെ തള്ളിക്കളഞ്ഞിട്ട് പരിശുദ്ധ അമ്മയെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ ലോകത്തിനാകില്ല. അമ്മയില്ലാതെ സ്വർഗത്തിലെത്താനായിട്ട് നമുക്ക് പറ്റില്ല. അമ്മ പറയുന്നുണ്ട്, ഈ ഹൃദയം നിങ്ങളുടെ സ്വന്തമാണെന്ന്. ഈ ഹൃദയം നിങ്ങളുടെ സ്വന്തമാണ്. പരിശുദ്ധ അമ്മയുടെ സ്വന്തം മക്കളിൽ അമ്മയുടെ ഹൃദയമുണ്ട്. ആ ഹൃദയം നമ്മിൽ ചേർന്നിരിക്കുന്നു. ആ ഹൃദയത്തെ പരിശോധിക്കുന്നവൻ അമ്മയുടെ ഹൃദയം നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കും. ആ ഹൃദയം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മളിൽ കുറവ് കാണും. ആ കുറവോടുകൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അമ്മയെ തള്ളിക്കളയരുതേ. യേശുവിൻ്റെ ഹൃദയത്തണലിലേക്ക് അമ്മയുടെ ഹൃദയവുമായിട്ടാണ് നമുക്ക് പോകേണ്ടത്. അമ്മ പറയുന്നു, യേശുവിൻ്റെ ഹൃദയത്തണലിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കാമെന്ന് സമാധാനം നൽകിക്കൊണ്ട് ഈ നല്ല ദിനത്തിൻ്റെ ആശംസകൾ യേശുവിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങൾ കേൾക്കുന്നു. ആമേൻ. നമുക്കും ആമേൻ പറയാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളെ കുറിച്ച്, സന്ദേശങ്ങളെ കുറിച്ച്, അമ്മയുടെ ഹൃദയം നമ്മുടെ സ്വന്തമാക്കി അമ്മ തന്നതിനെ കുറിച്ച് നമുക്ക് ആനന്ദിക്കാം. പരിശുദ്ധ അമ്മ 2001 നവംബർ 2 വെളിപ്പെടുത്തിയ സന്ദേശത്തെയും ചിത്രത്തെയും കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ സന്ദേശം ഞാൻ വായിക്കാം ഇപ്പോൾ. ചിത്രത്തെക്കുറിച്ച് അമ്മ പറയുന്നു, ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു ഭൂഗോളം. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ എന്താണ് ഈ ചിത്രമെന്ന് പറയാതിരിക്കാൻ ആവില്ല. നിങ്ങൾ എനിക്ക് പുറകെ കാണുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപമുണ്ട്. സക്രാരി ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ജപമാല കരങ്ങളിൽ വിടർത്തിപ്പിടിച്ച് പിതാവിൻ്റെ ആശീർവാദത്തോടെ പരിശുദ്ധാത്മ ശക്തി സ്വീകരിച്ചുകൊണ്ട് മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ ഒരു ഭൂഗോളത്തിന് മേലെ വന്നു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപമുണ്ട് ഇവിടെ. ഈ ഒരു തിരുസ്വരൂപം ഒരു ചിത്രമായിട്ട് നാളുകൾക്ക് മുൻപ് ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്കും ഈ കഞ്ചിക്കോട് ശുശ്രൂഷ വഴി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഈ സന്ദേശം നൽകുമ്പോൾ അമ്മ വന്നത് ഇങ്ങനെയാണ്. അമ്മയുടെ സ്വർഗീയ സൗന്ദര്യം ഇങ്ങനെയൊന്നുമല്ല, പക്ഷേ അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാനായി ശ്രമിച്ചു എന്ന് മാത്രം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സക്രാരിയുണ്ട്, അവിടെ ഈശോ ഉണ്ട്. അമ്മ ഭൂഗോളത്തിന് മേലെ നിന്നുകൊണ്ട് 1/4 ഭാഗം ചുറ്റിയിരിക്കുന്ന ഒരു സർപ്പത്തെ കാണിച്ചു തന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, ലോകത്തിൻ്റെ 1/4 ഭാഗത്തോളം തിന്മ വിഴുങ്ങിക്കഴിഞ്ഞു. അവശേഷിക്കുന്ന 1/4 ഭാഗം, മക്കളെ, 1/4 ഭാഗം വിഴുങ്ങാൻ സാത്താൻ ഒരുങ്ങി നിൽക്കുന്നു. ഈ സമയത്താണ് പരിശുദ്ധ അമ്മ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധ അമ്മ പറയുന്നു, വിശുദ്ധ കുർബാനയും ജപമാല ഭക്തിയും വഴിയല്ലാതെ, ഈ 2 ആയുധങ്ങൾ വഴിയല്ലാതെ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ മക്കളെ നിങ്ങൾക്ക് ആകില്ലെന്ന്. ലോകത്തെ രക്ഷിക്കാനായി അമ്മ വെളിപ്പെടുത്തിയ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സുകളാണ് പരിശുദ്ധ കുർബാനയും ജപമാല ഭക്തിയും. ജപമാല കരങ്ങളിലേന്തി സ്നേഹത്തോടെ മക്കളെ നോക്കി വിശുദ്ധ കുർബാന ഹൃദയത്തിലേന്തി ആദ്യ സക്രാരിയായിട്ട് നമുക്ക് മുൻപിൽ വന്നു നിൽക്കുന്ന അമ്മ,
ആ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ വായിക്കാം. ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു ഭൂഗോളം. ഭൂഗോളത്തിൻ്റെ 4/3 ഭാഗം സർപ്പം ചുറ്റിയിരിക്കുന്നു. 1/4 ഭാഗം വിഴുങ്ങാൻ സർപ്പം വാ പിളർന്ന് നിൽക്കുന്നു. തീയും പൊടിയും പുകയും കാറ്റും ഭീകര ശബ്ദങ്ങളും നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഈ ലോകത്ത്. എങ്ങും അസമാധാനം. അമ്മയെ ഞാൻ കണ്ടപ്പോൾ ഈ അന്തരീക്ഷമാണ് അമ്മ മനസ്സിലാക്കി തന്നത്. അപ്പോഴതാ ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവ് പിതാവായ ദൈവത്തിൻ്റെ ആശീർവാദ അനുഗ്രഹത്തോടെ പരിശുദ്ധാത്മ സഹായത്താൽ ലോകത്തെ രക്ഷിക്കാൻ 2 ദിവ്യ ആയുധങ്ങളുമായി കടന്നു വരുന്നു. മാലാഖമാർ വീണകളും തമ്പുരുകളും മീട്ടുന്നു. എളിമയുടെ പര്യായമായ അമ്മ ശാന്തതയും ഒപ്പം തീക്ഷ്ണതയും ഗാംഭീര്യവും നിറഞ്ഞ മുഖഭാവത്തോടെ അറപ്പോടും വെറുപ്പോടും കൂടെ സാത്താനെ നോക്കുന്നു. അവന്റെ തലയെ ചവിട്ടി തകർക്കുന്നു. ഈ തകർക്കൽ സാധ്യമാകുന്നതിനെ കുറിച്ച് അമ്മ മക്കളോട് പറയുന്നു. ഇതാണ് ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലം. അമ്മ പറയുന്നു, മക്കളെ, എൻ്റെ വിമല ഹൃദയമാകുന്ന സക്രാരിയിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ശക്തി വഴിയും, ഒന്നാമത്തെ ആയുധം, അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ജപമാല പ്രാർത്ഥന, രണ്ടാമത്തെ ആയുധം. ഇവ വഴിയും മാത്രമേ സാത്താന്റെ തല തകർക്കപ്പെടുകയുള്ളൂ. മക്കളെ, ദിവ്യ സക്രാരിയുടെ അരികിലേക്ക് ഓടിയണയുവിൻ. തിരുമണിക്കൂർ ആരാധന നടത്തുവിൻ. തിരുമണിക്കൂർ ആരാധന നടത്തുവിൻ. ദിവ്യ സക്രാരിയുടെ അരികിലേക്ക് ഓടിയണയുവിൻ. ദിവ്യ സക്രാരി എന്താണ്? അമ്മയുടെ വിമല ഹൃദയമാണ്. അവിടെ അമ്മയുണ്ട്. ആ അമ്മയുടെ ഹൃദയത്തിലിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടിയണയുവിൻ. തിരുമണിക്കൂർ ആരാധന നടത്തുവിൻ. പരിപൂർണമായ അനുതാപത്തോടും സ്നേഹത്തോടും ഭയഭക്തി ആദരവോടും കൂടെ സമർപ്പണം നടത്തി ബലിയർപ്പണം നടത്തുവിൻ. പങ്കുപറ്റുവിൻ. അതിൽ അത്ഭുതകരമായ ശക്തിയും ധൈര്യവും പകരുന്ന ദിവ്യകാരുണ്യനാഥന്റെ ഹൃദയ സക്രാരിയിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു തുള്ളി പകരാൻ തൽപരരാകുവിൻ. അനേക ദൈവദോഷങ്ങളെ അത് ശമിപ്പിക്കും. ഒരുപാട് ദൈവദോഷങ്ങൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അതിനെയൊക്കെ ശമിപ്പിക്കാൻ ദിവ്യ കാരുണ്യ ആരാധന നടത്തുവിൻ. വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവിൻ. താല്പര്യത്തോടുകൂടെ പങ്കെടുക്കുവിൻ. എൻ്റെ നിർമ്മലമായ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ദിവ്യകാരുണ്യത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളവും ഉത്ഥാനാന്തരം മഹിമ പ്രതാപത്തോടുകൂടി ദർശിച്ചപ്പോൾ വരെയും ഇപ്പോൾ നിരന്തരവും. നേരത്തെ നമ്മൾ കേട്ടല്ലോ, നിർമ്മലമായ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ദിവ്യകാരുണ്യ ജീവിതത്തിൽ ഉടനീളവും ഉത്ഥാനാന്തരം മഹിമ പ്രതാപത്തോടെ ദർശിച്ചപ്പോഴും ഇപ്പോൾ നിരന്തരവും സ്വർഗത്തിൽ നിരന്തരവും ഈ അമ്മ അവിടുത്തെ ആരാധിക്കുന്നു. യേശുവിനോടും അവിടുത്തെ തിരുഹൃദയത്തോടും യോജിച്ച് വിശുദ്ധ കുർബാനയിലെ കാരുണ്യവുമായി ഗാഠബന്ധം പുലർത്തി വിമല ഹൃദയമാകുന്ന ദിവ്യ സക്രാരിക്ക് ചുറ്റും നിങ്ങളുടെ ജീവിത ചക്രം തിരിക്കുവാൻ ഈ അമ്മയെ അനുവദിക്കുക. തീക്ഷ്ണതയോടെ ജപമാല ചൊല്ലുക. തീർച്ചയായും സാത്താന്റെ തല തകർക്കപ്പെടും. മക്കളെ, ദിവ്യകാരുണ്യത്തിന്റെ അമ്മയായ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അവിടെ ഒരു മാറ്റമില്ല. വിമല ഹൃദയ വിജയം സാധ്യമാകേണ്ട സമയമായി. ഇരുണ്ട മേഘങ്ങളെ തൂത്തെറിയാൻ സകല ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും സമുദായങ്ങളെയും ലോക സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കാൻ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ബലിയർപ്പണം വഴി ജപമാല വഴി നമുക്ക് ഒന്നിച്ചു പോരാടാം. അമ്മ എപ്പോഴും പറയുമ്പോൾ, മക്കളെ, നമുക്കത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് കേൾക്കണം. അമ്മ ഉറപ്പു തരുന്നു. വിമല ഹൃദയം വിജയിക്കേണ്ട സമയമായി. പ്രിയപ്പെട്ടവരെ, ഇരുണ്ട മേഘങ്ങളെ തൂത്തെറിയപ്പെടണം. ലോകത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിന്റെ ഇരുളിമയെ നമുക്ക് തൂത്തെറിയണം. ഇരുളിന്റെ പൂജാരികളാകാതെ പ്രകാശത്തിന്റെ പ്രവാചകരാകാനുള്ള വിളിയാണ് പരിശുദ്ധ അമ്മ ഇതുവഴി നമുക്ക് നൽകുന്നത്. പ്രകാശത്തിന്റെ പ്രവാചകരായി നാം ജീവിക്കണം. ഈ ലോക സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കാൻ ബലിയർപ്പണത്തിന് പറ്റും.
സകല ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും സമുദായങ്ങളെയും ലോകത്തെ തന്നെയും മാറ്റിമറിക്കാൻ ദിവ്യ കാരുണ്യത്തിന് പറ്റും. വിശുദ്ധ കുർബാനയ്ക്ക് സാധിക്കും. ജപമാല ഭക്തിയോടെ അർപ്പിക്കുന്ന മക്കൾക്ക് സാധിക്കും. തികച്ചും നവീനവും സമാധാനപരവുമായ ഭൗമിക പറുദീസായുടെ അനുഭവത്തിൽ പ്രവേശിക്കാൻ വിശ്വസ്തരായ മക്കൾക്ക് സാധിക്കും. അതിനാൽ ദിവ്യ സക്രാരിയുടെയും അൾത്താരയുടെയും അരികിൽ സന്നിഹിതയാകുന്ന ദിവ്യകാരുണ്യ മാതാവിനെ ശ്രവിക്കൂ, അനുസരിക്കൂ. ഈ ചിത്രവും സന്ദേശവും പ്രചരിപ്പിക്കുന്നവരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും ഞാൻ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഇത് സ്ഥാപിക്കുന്ന ഇടങ്ങൾ സന്ദേശം ഉൾക്കൊള്ളുന്നവർ അനുഗ്രഹിക്കപ്പെടും. അമ്മയുടെ ഉറപ്പാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അനേക മക്കള് ഈ ചിത്രം സ്വീകരിച്ചിട്ട് ഒരു ചിത്രത്തെ, ഒരു കടലാസ് കഷ്ണത്തിലുള്ള മാതാവിനെ ആരാധിക്കുകയല്ല, അതിൽ പ്രിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എന്തിനെയെങ്കിലും ആരാധിക്കുകയല്ല, ആ ഭൂമിയെ വിഴുങ്ങി നിൽക്കുന്ന, ലോകത്തെ വിഴുങ്ങി നിൽക്കുന്ന സർപ്പത്തെ ആരാധിക്കുകയല്ല. ആ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദിവ്യ സക്രാരിയിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യമാകുന്ന യേശുവിനെ പരിശുദ്ധ അമ്മയോടൊപ്പം ആരാധിക്കുകയും അതിൽ വിശ്വാസമർപ്പിക്കുകയും ആ ചിത്രത്തിലൂടെ അതിനുള്ള പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളെ, അത് പ്രചരിപ്പിക്കുന്ന മക്കളെ അമ്മ അനുഗ്രഹിക്കും, ഈശോ അനുഗ്രഹിക്കുമെന്ന് ഉറപ്പ് തന്നത് എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ്. അനേകരുടെ സാക്ഷ്യങ്ങളുണ്ട് ഇവിടെ. അനേകർ ഇത് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഈ ചിത്രം ഒന്ന് വരച്ചെടുക്കുവാൻ വേണ്ടി വലിയ വലിയ കഷ്ടങ്ങളും സഹനങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായി. ലക്ഷക്കണക്കിന് വിശുദ്ധ കുർബാനയർപ്പിച്ച്, ലക്ഷക്കണക്കിന് ജപമാലയർപ്പിച്ച് ഒരുക്കത്തോടു കൂടെയാണ് ഈ ചിത്രം വരയ്ക്കാനായിട്ട് സാധിച്ചത്. അതിനെക്കുറിച്ച് ഒത്തിരി പറയാൻ എനിക്ക് സമയമില്ല, എങ്കിലും ഞാൻ പറയാം. ഇത് സ്ഥാപിച്ചിടങ്ങള് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച മക്കള് അനുഗ്രഹീതരായിട്ടുണ്ട്. അവർക്ക് സഹനങ്ങൾ ഉണ്ടാകില്ല എന്നല്ല അമ്മ പറഞ്ഞിട്ടുള്ളത്. സഹനങ്ങളെ രക്ഷാകരമാക്കാൻ അമ്മ സഹായിക്കും. മക്കളെ, ദിവ്യകാരുണ്യനാഥനായി ഹോമിക്കപ്പെട്ട ബലിവസ്തുവായി കഴിയുന്ന യേശുവിനോട് ചേർന്ന് ഈ അമ്മയും നിങ്ങളെ ആശീർവദിക്കുന്നു. കാരുണ്യത്തിന്റെ സക്രാരികളായിട്ട് പുതിയ ആകാശവും ഭൂമിയും സംജാതമാകുവാൻ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും മുന്നേറൂ. നമ്മളൊരു ചിത്രം കണ്ടു, ഇതിനെക്കുറിച്ച് കേട്ടു, അത് വാങ്ങി വീട്ടിൽ വെച്ചു, അതുകൊണ്ട് മാത്രം ഒരു അനുഗ്രഹം ഉണ്ടാവില്ല. അമ്മ പറയുന്നു, കാരുണ്യത്തിന്റെ സക്രാരികളായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് നമുക്ക് അനുഭവമാവുക, അനുഭവങ്ങൾ ഉണ്ടാകുക, ദൈവിക അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ, തിരിച്ചറിവോടെ സ്വീകരിക്കാൻ സാധിക്കുക. കരുണ നിറഞ്ഞ ഒരു മുഖം, കരുണയുടെ ഒരു ജീവിതം നമുക്ക് വേണം. ദിവ്യകാരുണ്യനാഥനെ ഉൾക്കൊണ്ടിരിക്കുന്ന കരുണയുടെ അമ്മയായ പരിശുദ്ധ അമ്മയെ പോലെ അമ്മ ഒരു ചലിക്കുന്ന സക്രാരിയായിരുന്നല്ലോ. ആവശ്യങ്ങളിൽ ആവശ്യക്കാർക്കരികെ ഓടിയെത്തുന്ന അമ്മ, എലിസബത്തിന്റെ അരികെ ഓടിയെത്തിയ അമ്മ, കാനായിലെ കല്യാണവേളയിൽ അവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മ കാരുണ്യത്തിന്റെ സക്രാരിയായിരുന്നു. കാനായിലെ കല്യാണവേള എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി തന്നത്, അമ്മയെ മനസ്സിലാക്കി തന്നത് പറയട്ടെ. കാനായിലെ കല്യാണവേളയിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഏറ്റവും ആദ്യം അത് അറിഞ്ഞത് ഈശോ ആയിരിക്കണം, ഈശോ ആണ്. പക്ഷെ ഈശോ വെയിറ്റ് ചെയ്തു. അമ്മയിലൂടെ ആ ആഗ്രഹം, ആ കരുണ, ആ അത്ഭുതം, ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം അവിടെ പ്രവർത്തിക്കാൻ അമ്മ പറയാനായിട്ട് ഈശോ വെയിറ്റ് ചെയ്തു. അതാണ് അമ്മയുടെ കൃപ, അതാണ് അമ്മയുടെ സാന്നിധ്യത്തിന്റെ ശക്തി. അമ്മ പറഞ്ഞതേ ഉള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യാനും അമ്മ പറഞ്ഞു. അതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി. അമ്മയെ തള്ളിക്കളയരുത് കേട്ടോ, അമ്മയെ തള്ളരുതേ കുഞ്ഞേ. നിന്റെ ജീവിതത്തെ ഏറ്റവും ആദ്യം അടുത്തറിയുന്ന കർത്താവ് നിന്റെ കൂടെയുള്ളപ്പോൾ, ആ കർത്താവിന്റെ സന്നിധിയിൽ നിന്നെക്കുറിച്ച് നിന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മ നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ഉണർത്തുപാട്ട് എപ്പോഴും കർത്താവിന്റെ കാതുകളിൽ ഈ അമ്മ ഉണർത്തിക്കൊണ്ടിരിക്കും. നിന്റെ കുറവുകളെ മാറ്റി നിറവുകളാക്കാൻ, നിന്റെ തളർച്ചയിൽ താങ്ങാകാൻ, സ്നേഹരാഹിത്യം അനുഭവിക്കുമ്പോൾ സ്നേഹമാകാൻ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കൂട്ടാകാൻ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
വീണ്ടും 48ാമത്തെ സന്ദേശം 2001 ഡിസംബർ 8 പരിശുദ്ധ അമ്മ നൽകി. അമ്മ പറഞ്ഞു, കുഞ്ഞുമക്കളെ, മനുഷ്യവർഗം മുഴുവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പരാജയത്തിൻ്റെയും വേദനകൾ അനുഭവിക്കുന്നത് കണ്ട് പുത്രനെ തന്നെ മോചനദ്രവ്യമായി നൽകാൻ പിതാവായ ദൈവം തിരുമനസ്സാകുകയും അമലോത്ഭവയായ നിങ്ങളുടെ അമ്മയായ എന്നെ അതിനുള്ള കവാടമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത സ്നേഹത്തെ ആദരവോടെ നിങ്ങൾ അനുസ്മരിക്കുന്നുണ്ടല്ലോ. മാതൃത്വ സഹകരണത്തോടെ പാപമോചകനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. സൗഖ്യം, സ്നേഹം, സമാധാനം ഇവയിലൂടെ മക്കളെ നയിച്ച് പീഡാനുഭവവും കുരിശുമരണവും വഴി തന്നെ മോചനദ്രവ്യമായി മാനവകുലത്തിനേകി പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റി. എന്നാൽ മക്കളെ, സ്നേഹം ഇന്ന് സ്നേഹിക്കപ്പെടുന്നില്ല. ക്രൂശിതനോട് ലോകമക്കൾക്ക് പുച്ഛമാണ്. ലോകാരൂപിയുടെ സമ്പന്നതയിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു. മക്കളെ, സ്രഷ്ടാവിനെ വെല്ലുവിളിച്ച് ജീവിക്കരുത്. പരിശുദ്ധ അമ്മ പറയുന്നു, സ്നേഹം എന്താ? യേശു സ്നേഹമാണ്. ആ സ്നേഹം ഇന്ന് സ്നേഹിക്കപ്പെടുന്നില്ല. ക്രൂശിതനോട് ലോകമക്കൾക്ക് പുച്ഛമാണ്. ലോകത്തെ സ്നേഹിച്ചു ദൈവം, മനുഷ്യനെ സ്നേഹിച്ചു ദൈവം. അതിൻ്റെ അടയാളമായിട്ട് അവിടുന്ന് ക്രൂശിലേറി പാപം മുഴുവൻ, ലോകത്തിന്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് അടികളേറ്റ് പരിഹാരം ചെയ്ത് കുരിശുമരണം വഴി അതിന് പരിഹാരം ചെയ്തിട്ട് ആ ക്രൂശിതനെ സ്നേഹിച്ചവനെ കണ്ട ലോകം ഇന്ന് ക്രൂശിതനെ സ്നേഹിക്കുന്നില്ല, പുച്ഛിക്കുന്നു. ലോക അരൂപിയുടെ സമ്പന്നതയിലാണ് പുച്ഛ മനോഭാവത്തോടെ ലോകം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങും അസമാധാനമാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഗന്ധം ലോകത്ത് നിറഞ്ഞു നിൽക്കുകയല്ലേ? ആ സമയത്താണ് മനുഷ്യൻ ചോദിക്കുന്നത്, ദൈവം എവിടെ? മനുഷ്യ, നീ ചോദിക്ക്, നീ എവിടെ? അതാണ് ഇതെല്ലാം നിന്നോട് ചോദിക്കുന്നത്. പാപം പെരുകി, അസമാധാനം നിറഞ്ഞു, മരണവാർത്തകൾ നിറഞ്ഞു, മേൽക്കുമേൽ മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിന്റെ മരണം സംഭവിച്ചിട്ട്, പാപത്തിന്റെ മരണം സംഭവിച്ചിട്ട് ലോകമക്കൾ മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ മനുഷ്യൻ ചോദിക്കുന്നു, മഹാമാരിയിൽ അസമാധാനം അനുഭവിക്കുമ്പോൾ മനുഷ്യൻ വീണ്ടും വെല്ലുവിളിക്കുക, ദൈവം എവിടെ? പരിശുദ്ധ അമ്മ പറയുന്നു, മക്കളെ, സൃഷ്ടാവിനെ വെല്ലുവിളിച്ച് ജീവിക്കല്ലേ. നീ നിന്നോട് ചോദിക്ക്, നീ എവിടെ? നീ എവിടെ നിൽക്കുന്നു? ആദത്തോട് ദൈവം ചോദിച്ചു, ആദം നീ എവിടെ? പാപം ചെയ്ത ആദത്തിന് ദൈവത്തെ നേരിടാൻ കഴിഞ്ഞില്ല. ആദം മറഞ്ഞു നിന്നു. ഇന്ന് നമ്മൾ മറഞ്ഞു നിൽക്കുന്നത് എവിടെയാ? പാപത്തിന്റെ മറയിലോ? മരണത്തിന്റെ മറയിലോ? ലോക അരൂപിയുടെ മറയിലോ? ഏതോ ഒന്നിന്റെ മറയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നു. ദൈവം ചോദിക്കുന്നു, കുഞ്ഞേ നീ എവിടെ? പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളും ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട സമയമാണിത്. നമ്മൾ എവിടെ? നമ്മൾ ദൈവത്തിലായിരുന്നെങ്കിൽ നമ്മൾ ദൈവം എവിടെ എന്ന് ചോദിക്കില്ല. ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്ന ഹൈന്ദവരായി ജീവിച്ചിരുന്ന മക്കളോട് പലരും ചോദിക്കാറുണ്ട്, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, ഇപ്പോൾ നീ വിശ്വസിക്കുന്ന ദൈവം എവിടെയെന്ന്. അവരുടെ സഹനങ്ങൾ വലുതാണ്. നമ്മളൊക്കെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നമ്മൾ നിൽക്കുന്നത് എവിടെയെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പാപത്തിന്റെ ചവിറ്റുകൊട്ടയിൽ നിന്ന് ഓടി ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് വന്ന് ഒന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ ഈ ചോദ്യം നമ്മിൽ നിന്നും നമ്മുടെ സഹചരിൽ നിന്നും ഉയരുമായിരുന്നില്ല. എൻ്റെ മാതൃഹൃദയം നിങ്ങളുടെ പാപഭാരത്താൽ തളരുന്നു. അമ്മയുടെ മക്കൾ പാപം ചെയ്യുമ്പോൾ അമ്മയുടെ ഹൃദയം കൂടെയാ തളരുന്നത്. എൻ്റെ തിരുക്കുമാരൻ നിങ്ങളിലൂടെ അവഗണിക്കപ്പെടുന്നത് എന്നെയും വേദനിപ്പിക്കുന്നു. മക്കളെ, നെടുവീർപ്പുകളോടെ ഈ അമ്മ നിങ്ങളോട് പറയുന്നു, ദൈവീക തീക്ഷ്ണതയും വിശുദ്ധിയുമുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യ മക്കളുടെ ആത്മാക്കളാണ്
എൻ്റെയും എൻ്റെ തിരുക്കുമാരൻ്റെയും സമ്പത്ത്. അങ്ങനെ ജീവിക്കുന്ന മക്കളും ഉണ്ട് ഈ ലോകത്ത്. ദൈവീക നന്മയിൽ ആശ്രയിച്ചുകൊണ്ട് തീക്ഷ്ണതയോടെ വിശുദ്ധിയോടെ ജീവിക്കുന്ന അനേക മക്കളുണ്ട്. അത് അമ്മയുടെയും ഈശോയുടെയും സമ്പത്താണ്. നമ്മുടെ സമ്പത്ത് എന്താ? ഏക്കർ കണക്കിന് സ്ഥലം, കുറെ സ്വർണം, കോടിക്കണക്കിന് സമ്പത്ത്, ബാങ്ക് ബാലൻസ്, ഇതൊക്കെ ആയിരിക്കാം. സൗന്ദര്യമായിരിക്കാം, അല്ലെങ്കിൽ കുറെ കൂട്ടുകെട്ടുകളായിരിക്കാം, മദ്യമായിരിക്കാം, ലഹരിയായിരിക്കാം, കോപമായിരിക്കാം, പാപമായിരിക്കാം, ഒരുപക്ഷെ നമ്മളുടെയൊക്കെ സമ്പത്ത്. എന്നാൽ അമ്മ പറയാ, വിശുദ്ധിയിൽ ജീവിക്കുന്ന എളിമയുള്ള തീക്ഷ്ണതയുള്ള ആത്മാക്കളാണ് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സമ്പത്ത്. എന്നാൽ ഞങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രുവായ സാത്താൻ വിജയം ആഘോഷിച്ചുകൊണ്ട് ഞങ്ങളെ കളിയാക്കാൻ പോലും ധൈര്യപ്പെടുന്നു. കാരണം സാത്താന്റെ സമ്പത്ത് വർദ്ധിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ? എളിമയുള്ള, തീക്ഷ്ണതയുള്ള, വിശുദ്ധിയുള്ള, പ്രാർത്ഥനയുള്ള മക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അതൊന്നും ഇല്ലാത്തവരുടെ എണ്ണം കൂടി വരുന്നു. ഒരു ചോദ്യത്തിന് മറുചോദ്യം കൊടുത്ത് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാതെ, ഒരു ചകിട്ട് തടിക്കുന്നവന് മറുചകിട് കാണിച്ചു കൊടുക്കാതെ, ഒരു കുറ്റത്തിന് 10 കുറ്റം എതിർത്ത് പറഞ്ഞ് അശ്ലീലതകളും സഭയുടെ പാരമ്പര്യത്തിനും ക്രിസ്തീയ പാരമ്പര്യത്തിനും യോജിക്കാത്തതുമായിട്ടുള്ള തിന്മയുടെ ജീവിതം നയിച്ചിട്ട് ജീവിക്കുന്ന മക്കൾ ലോകത്ത് കൂടുമ്പോൾ, എണ്ണം പെരുകുമ്പോൾ കർത്താവിൻ്റെ സമ്പത്ത് ക്ഷയിക്കും. പക്ഷേ സാത്താൻ കളിയാക്കിയാലും അവൻ വിജയിക്കില്ല. അവൻ വിജയിക്കുന്നു എന്നുള്ളൊരു ആഘോഷം ലോകത്ത് അഴിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സുമടുക്കണ്ട. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിനക്കൊരു സമയമുണ്ട്. ഇതാണ് ആ സമയം. തിരിച്ചു വന്ന് ഏറ്റവും ലാളിത്യത്തില്, വിശ്വാസത്തില് ഉറച്ചു നിന്ന് ജീവിക്കുക. തൻ്റെ വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യമക്കളെ വിളിക്കുന്ന ദൈവത്തിന്റെ സ്വരത്തിന് നേരെ കാതുകളടച്ച് പാപസുഖം അനുഭവിച്ച് സാത്താന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മക്കളെ, വീണ്ടെടുപ്പിന്റെ പൂർണ്ണത, അതായത് ഒരു തിരിച്ച് കൊണ്ടുവരുന്നതിന്റെ പൂർണ്ണതയിലേക്ക് ഈശോ വിളിക്കുന്നുണ്ട്. നമുക്ക് ആ സ്വരം കേൾക്കാം കേട്ടോ. ഈശോ വിളിക്കുന്ന സ്വരം. നീ ഏത് അവസ്ഥയിലായിക്കോട്ടെ വിഷമിക്കേണ്ട കുഞ്ഞേ, യേശുവിന്റെ സ്വരം കേൾക്ക്. പാപസുഖം അനുഭവിച്ച് സാത്താന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മക്കളെ, തിരിച്ചു വാ, തിരിച്ചു വരുവിൻ. എൻ്റെ തിരുക്കുമാരൻ്റെ ദിവ്യ ഹൃദയത്തിന്റെ ആഴമളക്കാൻ തൃണതുല്യമായ നിങ്ങളുടെ ജീവിതം കൊണ്ട് പരിശ്രമിക്കരുത്. തുലോ നിസ്സാരമല്ലേ നമ്മുടെ ജീവിതം? ഇന്ന് മുളച്ച് നാളെ വാടി തീയിൽ എറിയപ്പെടുന്ന തൃണസദൃശ്യമാണ് നമ്മുടെ ജീവിതമെന്ന് സങ്കീർത്തകൻ പറയുന്നു. ഈ ജീവിതം കൊണ്ട് നമുക്ക് നേടേണ്ടത് ദൈവത്തെയാണ്. അതുകൊണ്ട് ലോകത്തെ നേടേണ്ട. എത്ര സങ്കടമാണെങ്കിലും വിഷമിക്കേണ്ടെന്നേ. ഈശോ വിളിക്കുന്നുണ്ട് നിനക്ക് സ്വർഗം തരാൻ, ആ സങ്കടത്തിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ. ഹൃദയ കവാടങ്ങൾ തുറക്കൂ, ഒന്ന് തുറന്നു കൊടുക്ക്. മക്കളെ, സംഭവിക്കാനിരിക്കുന്ന ഭയങ്കരമായ ശിക്ഷാവിധിയെക്കുറിച്ച് ചിന്തിക്കൂ. ഇത്രയും സംഭവിച്ചതല്ല, ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അമ്മ പ്രവചിച്ചിരിക്കുന്നു. നിങ്ങളുടെ രക്ഷ സാധ്യമാക്കാനുള്ള ഈ അമ്മയുടെ പരിശ്രമത്തെ നിങ്ങൾ സ്വീകരിക്കൂ. ഈ അമലോത്ഭവ ഹൃദയം നാളിതുവരെ നിങ്ങളോട് പറഞ്ഞത് അനുസരിക്കൂ. വളരെയധികം പ്രാർത്ഥിക്കൂ. കുറച്ച് പ്രാർത്ഥിക്കാനല്ല അമ്മ മക്കളോട് പറയുന്നത്, വളരെയധികം പ്രാർത്ഥിക്കൂ. ഈ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ട് എത്ര മക്കളാ, ധാരാളം മക്കള് വിളിച്ചിട്ട് പറയുന്നു, ഞങ്ങൾക്ക് വലിയൊരു അനുഭവമാണ്, പ്രാർത്ഥിക്കാൻ ഒരു ഉണർവ് ലഭിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു, അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി, ഞങ്ങൾ ജീവിക്കും, വിശുദ്ധിയിൽ ജീവിക്കും, തീരുമാനമെടുത്ത അനേകരുണ്ട്. ഈ കാലയളവിൽ കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ സമ്പത്ത് വർദ്ധിച്ചിട്ടുണ്ട്. സങ്കടങ്ങളുടെ തീക്കനലിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാ, ആ സന്തോഷമാണ് എന്നെ ഇവിടെ ഇപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്നത്. പാപത്തെ സാഹചര്യത്തോട് ഉപേക്ഷിക്കൂ. സാഹചര്യത്തോട് ഉപേക്ഷിക്കണം. പാപം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. മദ്യപിക്കാനായിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ ഉപേക്ഷിക്കണം. ആ വ്യക്തിയെ വെറുക്കാനല്ല, ആ സാഹചര്യത്തെ ഉപേക്ഷിക്കണം. നിന്റെ മനസ്സിലുള്ള മദ്യശാപ്പുകളെ, മദ്യലോഭികളെ എല്ലാം നീ ഉപേക്ഷിക്കണം.
അത് നിനക്ക് അജ്ഞാതമായിരിക്കണം. നിന്റെ അന്ധത അതിനോടായിരിക്കണം. നിന്റെ തുറവി ദൈവത്തോടായിരിക്കണം കുഞ്ഞേ. സഹനത്തെ സ്നേഹിക്കൂ. പരിഹാര കുർബാന സ്വീകരണങ്ങൾ കൂടുതലായി നടത്തൂ. കർത്താവിൻ്റെ ബലിവസ്തുക്കളായി തീരൂ. പ്രിയപ്പെട്ട കുഞ്ഞേ, നീ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നീ ഒരു പരിഹാര ബലി അർപ്പിക്കുക. നിനക്ക് വേണ്ടി, നീ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി കർത്താവ് നിനക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നു. അത് പരിഹാര ബലിയായിട്ട് തീരുന്നു. നീ എത്ര വലിയ തെറ്റ് ചെയ്തവനോ, എത്ര വലിയ പാപം ചെയ്തവനോ ആകട്ടെ, വിശുദ്ധ കുംഭസാരത്തിലൂടെ വിശുദ്ധ ബലിയർപ്പണത്തിന് നീ ചെല്ലുമ്പോൾ നിന്റെ പാപങ്ങൾക്കെല്ലാം വേണ്ടി കർത്താവ് ഒരു പരിഹാര ബലിയർപ്പിക്കും. ആ അർപ്പണത്തിന്റെ യോഗ്യത നീ സ്വീകരിക്കുമ്പോൾ നിന്റെ നവീകരിക്കപ്പെട്ട ജീവിതത്തിന് വലിയ അനുഗ്രഹം ലഭിക്കൂ. അത് കൂടെ കൂടെ ചെയ്യാനായിട്ടാണ് അമ്മ പറയുന്നത്. അങ്ങനെ നടത്തുമ്പോൾ, അങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ ബലി വസ്തുക്കളായി തീരും. നമ്മൾ എല്ലാം നവീകരിക്കാനും തൻ്റെ മഹനീയ ഭരണം പുനഃസ്ഥാപിക്കാനുമായി എൻ്റെ തിരുക്കുമാരൻ വാനമേഘങ്ങളിൽ വരും. കർത്താവിൻ്റെ പ്രത്യാഗമനം സത്യമാണ്. കർത്താവ് വരും. ഇത് നമ്മുടെ ലിറ്റർജിയിലുള്ളതാ, വിശുദ്ധ കുർബാനയിലുള്ളതാ. കർത്താവ് വരും. ഉത്ഥാന ഗീതത്തിൻ്റെ തൊട്ടു മുൻപ് കാർമികൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഇപ്രകാരം അതിൻ്റെ അർത്ഥം വരുന്നുണ്ട്: സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ ഏറ്റവും കൃപ നിറഞ്ഞ് സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് കാർമികൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥന ചൊല്ലാറില്ലേ? ആ പ്രാർത്ഥനയിലും പറയുന്നുണ്ട്, വാനമേഘങ്ങളിൽ മാലാഖമാരോടൊപ്പം അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ സ്വീകരിക്കുവാൻ ഈ ദിവ്യകാരുണ്യ സ്വീകരണം ഞങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുർബാനയിൽ ഇത് നമ്മുടെ ലിറ്റർജി തന്നെ, ആരാധനക്രമത്തിലുള്ളതാ. വിശുദ്ധ കുർബാനയുടെ ഓരോ പ്രാർത്ഥനകളും അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചതിൽ പങ്കെടുക്കണമേ. ഈശോ വരും വാനമേഘങ്ങളിൽ. അപ്പോൾ എല്ലാം നവീകരിക്കാനും തൻ്റെ മഹനീയ ഭരണം പുനഃസ്ഥാപിക്കാനുമായി എൻ്റെ തിരുക്കുമാരൻ വാനമേഘങ്ങളിൽ വരും. എന്നോടൊത്ത് കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി ഹൃദയ സമാധാനത്തിലും ആത്മവിശ്വാസത്തിലും ജീവിക്കൂ. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. അമ്മയുടെ ആശംസയാണ്. അതുകൊണ്ട് അമ്മ ഈ സന്ദേശത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. അരുതായ്മകൾക്ക് നേരെ കാതുകളടയ്ക്കാം. പാപത്തിന്റെ സുഖം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിച്ച് സാത്താന്റെ സമ്പത്തിനെ നമുക്ക് ക്ഷയിപ്പിക്കാം. യേശുവിൻ്റെ സമ്പത്തായ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാം. അനേകം ആത്മാക്കളെ വിശുദ്ധീകരിക്കാം. യേശുവിനായിട്ട് ആത്മാക്കളെ നേടാം. എല്ലാം അറിയുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളോട് പരിശുദ്ധ അമ്മ വഴി സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കൃപയിൽ നിലനിന്നുകൊണ്ട് പാപത്തെയും ലോകത്തിന്റെ പൂർണ്ണതയിൽ എത്താനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവീക നന്മയിലും ദിവ്യകാരുണ്യ അധിഷ്ഠിതമായ ജീവിതത്തിലും ജപമാല ഭക്തിയിലും ഞങ്ങളുടെ സ്വന്തമായ അമ്മയുടെ ഹൃദയം സ്വീകരിച്ച് വളർന്ന് അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വിശിഷ്ട പാത്രങ്ങളായി തീരുവാൻ, അങ്ങയുടെ സമ്പത്തായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് അമ്മ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ.
സ്തുതിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം, എൻ മനസ്സിൽ നീണാൾ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം, എൻ മനസ്സിൽ നീണാൾ വാഴേണം. ആരാധന 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ പ്രാർത്ഥിക്കുന്നു. അറിയില്ല, എല്ലാം വിട്ടുതരും, എല്ലാം വിട്ടുതരും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തമ്പുരാനെ സ്നേഹിക്കാം. ഇതുവരെ ചോദിച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് സ്നേഹിക്കാം, ചങ്കോട് ചേർത്ത് പിടിക്കാം, വാഴ്ത്താം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഈ ബലിപീഠത്തിൽ എഴുന്നള്ളി വന്ന് ഈ തിരുനാഥൻ അമ്മയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഒത്തിരി കാര്യങ്ങൾ ഈശോ പറഞ്ഞു. ലോകം മുഴുവനും തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്നു. സാത്താൻ 3/4 ഭാഗവും വലിഞ്ഞു മുറുക്കി. ശേഷിക്കുന്ന ഒരു 1/4 ഭാഗമുണ്ട്. അതിനെയും കീഴടക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നു. അമ്മ മറിയം വരുന്നു, ഓടി നടക്കുന്നു. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മക്കളുടെ അടുത്തേക്ക് അമ്മ എപ്പോഴും കടന്നു വരുന്നു. ദൈവ വെളിച്ചം കിട്ടിയവരെ, കർത്താവിന്റെ സ്നേഹം കിട്ടുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. വീണു പോകുന്നുണ്ട്, തളർന്നു പോകുന്നുണ്ട്, ശരിയാണ്, എല്ലാം ശരിയാണ്. നമുക്ക് എഴുന്നേൽക്കാം, അമ്മയോട് ചേർന്ന് നിന്ന് അമ്മയുടെ കരം പിടിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമർപ്പിക്കേണ്ട കുറേ നിയോഗങ്ങളുണ്ട്. സത്യമാണ്, കടബാധ്യതയുടെ നടുവിലാണ് നമ്മുടെ കുടുംബം. രോഗദുരിതങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ ഈശോയോട് നമുക്കൊരു വാക്ക് കൊടുക്കുക. ഈശോ, ഇതൊന്നുമല്ല ഞാൻ സമർപ്പിക്കുന്നത്. എൻ്റെ അമ്മയെ സമർപ്പിക്കുന്നു, തിരുസഭ മാതാവിനെ സമർപ്പിക്കുന്നു, മാർപ്പാപ്പയെ സമർപ്പിക്കുന്നു, തിരുസഭ അധികാരികളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഇടവകയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛനെ സമർപ്പിക്കുന്നു, കൊച്ചച്ഛന്മാരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഇടവക അതിർത്തിയിലുള്ള മഠങ്ങളെ സമർപ്പിക്കുന്നു,
സന്യാസിനികളെ സമർപ്പിക്കുന്നു. വിശുദ്ധരായ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഓരോ കൊച്ചു കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, സമ്പത്തല്ല, ആരോഗ്യമല്ല, വിദ്യാഭ്യാസമല്ല, ജോലിയല്ല, ഒന്നുമല്ല, കർത്താവിന്റെ ഹിതം നിറയപ്പെടുന്ന കുടുംബമായിട്ട് മാറട്ടെ. കർത്താവിന്റെ തിരുഹിതം നിറവേറ്റപ്പെടുന്ന ഇടവകയായിട്ട് എൻ്റെ ഇടവക സമൂഹം മാറട്ടെ. എല്ലായിടത്തും ദൈവഹിതം നിറവേറ്റപ്പെടട്ടെ. കർത്താവെ, പാപത്തോടുള്ള സുഖവും പാപത്തിൽ നിന്ന് കിട്ടുന്ന നൈമിഷിക സുഖം ഊരിക്കളയുവാൻ, അതിൻ്റെ ഉടുവസ്ത്രം ഉരിഞ്ഞു മാറ്റുവാൻ, സ്വർഗീയ വസ്ത്രം ധരിക്കുവാൻ, പരിശുദ്ധ അമ്മ നൽകുന്ന പ്രാർത്ഥനയുടെ ചരട് പിടിക്കുവാൻ, ജപമാല എടുത്തുയർത്തുവാൻ, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ മുട്ടുകൾ മടക്കുവാൻ, ധാരാളം സമയം പരിശുദ്ധ കുർബാനയ്ക്ക് ചെലവഴിക്കുവാൻ, എൻ്റെ കുടുംബത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന മണിക്കൂറുകൾ ജന്മമെടുക്കുവാൻ, എൻ്റെ മക്കൾ മുട്ടുകൾ മടക്കുവാൻ, എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ, എൻ്റെ ഈശോയുടെ മുമ്പിൽ, എന്നെ സൃഷ്ടിച്ച എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ, എൻ്റെ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കുന്ന മണിക്കൂറുകൾ ജന്മമെടുക്കട്ടെ. മുട്ടുകൾ മടക്കുന്ന മക്കൾ ജന്മമെടുക്കട്ടെ. തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഉണർത്തണമേ. എൻ്റെ കുടുംബത്തെ ഉണർത്തണമേ. എൻ്റെ കുടുംബത്തെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ, എൻ്റെ സന്യസ്ത ജീവിതത്തെ ആത്മാവെ തട്ടി ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാവോ? ഇവന് കേൾക്കാം, ഇവന് കാതുകളുണ്ട്, ഇവന് കേൾക്കാം. ഇവനതാണ് ആഗ്രഹിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഇവനതാണ് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. തിരുസഭയ്ക്ക് നേരെ ആഞ്ഞടിക്കുന്ന എല്ലാം തകർന്നു വീഴട്ടെ. യേശുനാമത്തിൽ തകർന്നു വീഴട്ടെ. യേശുനാമത്തിൽ തകർന്നു വീഴട്ടെ. ഞങ്ങളിൽ കനിയേണമേ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ. ആമേൻ, ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ലക്ഷങ്ങളുണ്ട് ഈ ശുശ്രൂഷയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ. നമ്മൾ ഒറ്റയ്ക്കല്ല, ആത്മാവിൽ നമ്മൾ ഒരുമിച്ചാണ്. ഒരേ ആത്മാവിൽ, ഒരേ മാമോദീസായിൽ, ഒരേ കർത്താവിനെ, ഒരേ ദൈവത്തെ നമ്മൾ ആരാധിക്കാണ്. നമുക്ക് ഒറ്റക്കെട്ടാവാം. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലാണ് നമ്മൾ. ഭൗതികമായിട്ട് നമ്മൾ അകലങ്ങളിലാണെങ്കിലും ആത്മീയമായിട്ട് ഒരേ ശുശ്രൂഷയിൽ തൊട്ടടുത്ത്, എൻ്റെ ചാരത്ത് ആത്മാവിനാൽ ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വലത് കരം ഉയർത്തി ഏറ്റുചൊല്ലി തരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഫാത്തിമയിൽ ദൂതൻ പരിശുദ്ധ മാലാഖ പഠിപ്പിച്ച മാപ്പപേക്ഷ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. മുട്ടുകൾ മടക്കാം തമ്പുരാന്റെ തിരുസന്നിധിയിൽ. എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ഇതുവരെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഓ കർത്താവേ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ചെറിയ ജഗണമേ, നമുക്ക് ഒരേ മനസ്സോടുകൂടെ ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കാർഡിനൽസിന് വേണ്ടി പ്രാർത്ഥിക്കാം, ബിഷപ്പുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വൈദിക ശ്രേഷ്ഠന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവരാരും തളർന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥന അവർക്ക് ബലമാകട്ടെ. സാത്താൻ വല്ലാതെ അവരെ വലയിൽ വീഴ്ത്താനായിട്ട് കെണികൾ നിരത്തുന്നുണ്ടല്ലോ. നമ്മുടെ പ്രാർത്ഥന ഈ ഒരു സമയം, ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന ഈ സമയം, രാത്രി ഈ സമയം, ഉറക്കത്തിൻ്റെ ഈ സമയം ഉണർന്നിരുന്ന് നമുക്ക് വേണ്ടി, അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. തിരുസഭ ഉണരട്ടെ, ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകട്ടെ.
എല്ലാ ശുശ്രൂഷകളെയും, ദൈവിക ശുശ്രൂഷകളെയും നിങ്ങളൊന്ന് ഓർത്തേ. നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു തന്നവരെ ഒന്ന് ഓർത്തേ. ആത്മീയ മേഖലയില് ഈശോ ഈശോ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടി ഞങ്ങൾ മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കർത്താവിൻ്റെ ഈ ചാനലിനെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചേ. ഈ ഷെക്കൈന ടെലിവിഷനെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, നിന്റെ തിരുഹിതം പോലെ മുന്നേറുന്നുണ്ടല്ലോ, ഇനിയും നീ നയിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ആധിപത്യം, ദൈവത്തിൻ്റെ ആത്മാവ് ആധിപത്യം പുലർത്തുന്ന ഒരു ചാനലായിട്ട് ഇത് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിറക് വിരിച്ച് ഇതിന്റെ മേല് അടയിരിക്കട്ടെ. സന്തോഷ് ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സന്തോഷ് ബ്രദറിന്റെ കൂടെ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടെ ഒരേ ആത്മാവോടുകൂടെ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും ഓർത്ത് പ്രാർത്ഥിച്ചേ. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാലോം ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കാം. ഗുഡ്നെസ് ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ചാനലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലായിടത്തും എല്ലാം പരക്കുന്നത് കർത്താവിന്റെ സുവിശേഷമാണല്ലോ, ദൈവത്തിന്റെ രാജ്യമാണല്ലോ. ചൂട് പിടിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മദ്യത്തിന്, മയക്കുമരുന്നിന്, ലൈംഗിക ആസക്തിക്ക്, സുഖഭോഗങ്ങൾക്ക് അടിപ്പെട്ട് പാപത്തിൽ അടയിരുന്ന് മാനസാന്തരമില്ലാതെ, ദൈവത്തെ വിളിക്കാതെ അകന്നു പോയിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊന്നും പ്രാർത്ഥിച്ചു. ഈശോയെ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകളൊക്കെ പിന്നിൽ ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ തിരുഹിതം നിറവേറുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചായിരിക്കുകയാണ്. കർത്താവെ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ എന്താണ് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കേണ്ടതെന്നൊന്നും അറിയില്ല. തീർത്തും നിസ്സഹായരാണ്. മാത്രമല്ല, ഞങ്ങളുടെ ബലഹീനതകളുടെ, ഞങ്ങളുടെ കുറവുകളുടെ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളുടെ, ഞങ്ങളുടെ മാറിപ്പോകാതെ നിഴല് പോലെ ഞങ്ങളെ പിന്തുടരുന്ന തിന്മയുടെ മുള്ളുകളുടെ നടുവിൽ നിന്നുകൊണ്ട് മുട്ടുകൾ മടക്കി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ ഞങ്ങൾ യോഗ്യരല്ല നിന്റെ നാമം വിളിക്കുവാനോ, നിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുവാനോ, ഹല്ലേലൂയ പാടുവാനോ, ആരാധന സ്തുതികൾ ഉയർത്തുവാനോ ഒന്നും ഞങ്ങൾ യോഗ്യരല്ല. പക്ഷെ നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, നിന്റെ കരുണയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കരങ്ങളുയർത്തി ഇന്ന് വരെ കർത്താവെ, ഇന്നുവരെ ഈ ആരാധനയുടെ ഈ നിമിഷം വരെ ഞങ്ങളുടെ കുടുംബങ്ങൾ വഴി, ഞങ്ങളുടെ കുടുംബം വഴി, എൻ്റെ ജീവിതം വഴി, കർത്താവെ, ഞങ്ങളുടെ പുരോഹിതരുടെ ജീവിതം വഴി, എൻ്റെ പൗരോഹിത്യം വഴി, എൻ്റെ കുടുംബം വഴി, ഞങ്ങളുടെ കുടുംബങ്ങൾ വഴി ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും, ചെറുതും വലുതുമായ മാരകവുമായ എല്ലാ പാപങ്ങൾക്കും കർത്താവെ, ജീവിക്കുന്ന ദൈവമേ, നീ എനിക്ക് മാപ്പ് തരുമോ? ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി മാപ്പിന് വേണ്ടി ഒന്ന് അപേക്ഷിച്ചേ. ഈശോയെ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന. ഈശോയെ, ആരാധന. ഈശോ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. മുട്ടുകൾ മേൽ തന്നെയായിരിക്കുക. ഇതാ നമ്മുടെ കർത്താവ്, നമ്മുടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ കർത്താവായ യേശു ക്രിസ്തു ഈ തിരുവോസ്തിയിൽ മറഞ്ഞിരുന്നു കൊണ്ട് നിന്റെ ശിരസ്സിന് മീതെ ഉയരാൻ പോവാണ്. നിന്റെ ശിരസ്സിന് മീതെ ഉയരാമാണ്. കൊടുക്കേണ്ടത് നിന്റെ കുറവുകൾ സമർപ്പിക്കാം.
കർത്താവ് കരുണ ചൊരിയട്ടെ. ദൈവത്തിന് വേണ്ടിയിട്ട് നമുക്കിനി ഓടാം. എനിക്ക് വേണ്ടിയിട്ടല്ല, കർത്താവിന് വേണ്ടിയിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.